ആളുകളുടെ മുഖത്തു നോക്കാൻ വല്ലാത്ത ജാള്യത. വലിയൊരു സുഹൃത്ത് വലയമുണ്ടായിട്ടും അധികം ആരും തന്നെ കാണാൻ ആശുപത്രിയിലെത്തിയില്ലെന്നവൻ അത്ഭുതം കൂറി. എല്ലാവരും തങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുകയാവണം. എത്ര പേർ അങ്ങനെ എത്ര നാൾ അകന്നു നിൽക്കുമെന്ന് തനിക്കൊന്നറിയണം. പണത്തിനാവശ്യം വരുമ്പോൾ അവറ്റകൾ താനെ തന്നെ തിരികെ വരുമെന്നും അവൻ അറിയാം. പക്ഷേ ഇപ്പോൾ കുറെ മനസ്സിലായി, തന്നെയല്ല തൻ്റെ പണത്തിനെയാണ് തെല്ലെങ്കിലും അവന്മാർ സ്നേഹിക്കുന്നത്. അവൻ ആശുപത്രിയിൽ നിന്ന് വരുമ്പോഴും പറയിച്ചൻ മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. കൂമൻ കുത്തിയതുപോലെ ജെയിംസൂട്ടി ഉമ്മർത്തിരിപ്പുണ്ട്. ചേട്ടന്റെ ആ ലക്ഷണം കെട്ട ഇരിപ്പ് ജോസൂട്ടിക്ക് ഇഷ്ടമായില്ല. ഇപ്പോഴെന്തായി? അപ്പച്ചന്റെ പുന്നാര പുത്രം കാരണം ആർക്കെങ്കിലും പുറത്തിറങ്ങാൻ കഴിയുമോ? എന്നിട്ട് കുരങ്ങ് ചത്തവനെ പോലെ കുത്തിയിരിക്കുന്നു. അപ്പച്ചൻ എന്ത് പറഞ്ഞാലും എടുത്തു ചാടാൻ കാത്തിരിക്കുകയല്ലായിരുന്നോ? എന്നിട്ട് ആ ചാട്ടം എവിടെയാണ് എത്തിച്ചത്? ചേട്ടന്റെ നേരെ ജോസൂട്ടിയുടെ രോഷം ഇരമ്പി. ജെയിംസൂട്ടി മുഖമുയർത്തിയില്ല. നീ ഒരുത്തനാ ഇത്രയും ഒക്കെ കുഴപ്പങ്ങൾക്ക് കാരണം. ആ മേനോന്റെ പുത്രൻ ഏതോ മന്ത്രം പഠിക്കാൻ തുടങ്ങിയിരിക്കുകയാണെന്ന് കേട്ടു. മാന്ത്രികനായി വന്ന് നമ്മോട് പകരം ചോദിക്കാനാണത്രേ. നമ്മെ കുത്തുപാളെടുപ്പിച്ച് അവൻ അടങ്ങൂ എന്ന് പറഞ്ഞു കേട്ടു. അപ്പോഴാദ്യമായി ജെയിംസൂട്ടി മുഖമുയർത്തുകയും അനുജന്റെ നേരെ നോക്കുകയും ചെയ്തു. മന്ത്രം പഠിക്കുകയോ? അതെ, ഒരു മാന്ത്രികന് ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. അവൻ അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ചെകുത്താനെ കൂട്ടുപിടിച്ചാലും നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല. അവരങ്ങനെ രാജശേഖരനെ കുറിച്ച് പരാമർശിച്ചു കൊണ്ടിരിക്കെ വറീച്ചന്റെ മുറിവാതിൽ തുറക്കപ്പെട്ടു. ഉദ്യോഗത്തോടെ പുറത്തേക്ക് തല നീട്ടിക്കൊണ്ട് അയാൾ ചോദിച്ചു, നീ പറഞ്ഞത് സത്യമാണോ? എങ്കിൽ ആ എംബോക്കി എങ്ങനെയും പിന്തിരിപ്പിക്കണം. അറിഞ്ഞുകൊണ്ട് നമുക്ക് കുഴി തോണ്ടരുത്. എടാ ജെയിംസൂട്ടി. ഒരു താക്കീത് പോലെയാണ് അയാൾ മകനെ വിളിച്ചത്. തങ്ങൾ പറഞ്ഞതെല്ലാം അപ്പച്ചൻ കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. ജെയിംസ് കുട്ടിയുടെ മുഖം ഇരുണ്ടു. അവൻ എണീറ്റു. പിന്നെ എല്ലാം തിടുക്കത്തിലാണ് നടന്നത്. വേഗം ചെന്ന് കാലും മുഖവും കഴുകി വേഷം മാറി ആരോടും ഒരക്ഷരം പോലും പറയാതെ മുറ്റത്ത് ചെന്ന് ജീപ്പിൽ കയറി. മുറ്റത്തെ മൺതരികളോടൊപ്പം മണ്ണും പിന്നിലേക്ക് എറിഞ്ഞുകൊണ്ട് ടയറുകൾ ഉറഞ്ഞു കുതിച്ചു. ഒരു കൊടുങ്കാറ്റ് പോലെ ആ ജീപ്പ് ഗേറ്റ് കടന്നു. ജെയിംസ് കുട്ടിയുടെ രോഷം ജീപ്പിന്റെ ആക്സിലേറ്ററിലാണ് അവൻ തീർത്തത്. അവൻ പല്ല് ഞെരിച്ചുകൊണ്ടിരുന്നു. തങ്ങളെ തകർക്കാൻ മേനോന്റെ മകൻ മന്ത്രം പഠിക്കുന്നു. അവനെ അങ്ങനെ മേയാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. നേരെ അവൻ്റെ വാടക വീട്ടിലേക്ക് ജീപ്പ് ഓടിച്ച് കയറ്റാനും അവനെ വലിച്ച് താഴെയിട്ട് ചവിട്ടാനും അവൻ്റെ ഹൃദയം തുടിച്ചു. തകർക്കണം, സർവ്വതും തകർക്കണം, ഒക്കേറ്റിനെയും ഒടുക്കണം. ജീപ്പ് പാഞ്ഞുകൊണ്ടിരിക്കെ അവൻ ഉള്ളിലിരുന്ന് വിറഞ്ഞു. പൊടുന്നനെയാണ് അവൻ്റെ ചിന്ത കുട്ടിക്കാരണം മറിഞ്ഞത്. രാജശേഖരൻ മന്ത്രം പഠിക്കുന്നത് തങ്ങളെ തകർക്കാനാണ്. തങ്ങൾക്കും എന്തുകൊണ്ട് ആ മാർഗം സ്വീകരിച്ചുകൂടാ? ഒരു മാന്ത്രികനെ എതിർക്കാൻ മറ്റൊരു മാന്ത്രികനെ കൊണ്ട് കഴിയൂ എന്ന് കേട്ടിട്ടുണ്ട്. സൽമന്ത്രത്തിന് ദുർമന്ത്രവാദം. രാജശേഖരൻ സൽമന്ത്രവാദത്തിലായിരിക്കും ലക്ഷ്യമിട്ടിരിക്കുക. അങ്ങനെ ആലോചിച്ചപ്പോൾ അവൻ്റെ കാലുകൾ തനിയെ ബ്രേക്കിൽ അമർന്നു. ജീപ്പ് വഴിയോരം ചേർന്നു നിന്നു. താൻ നേരിട്ടൊരു ആക്രമണം നടത്തുന്നതിൽ നല്ലതായിരിക്കില്ല മറ്റാരെ കൊണ്ടെങ്കിലും അത് ചെയ്യിക്കുന്നത്. ഇപ്പോൾ തന്നെ ആവശ്യത്തിലേറെ അവഗണനയും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇനി അത് ഒഴിവാക്കിയേ പറ്റൂ. അതിന് ഏറ്റവും പറ്റിയ മാർഗം താൻ ആലോചിച്ചത് തന്നെയാണ്. ഒന്നും പ്രത്യക്ഷത്തിൽ ചെയ്യാതിരിക്കുക. എന്തു ചെയ്താലും അതിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് വരുത്തി തീർക്കുക. രണ്ടായാലും പണം മുടക്കണം. എന്നാൽ അത് വല്ലവർക്കുമായിക്കൊള്ളട്ടെ. കാര്യം സാധിക്കുകയും ചെയ്യും. തങ്ങളുടെ പേര് ചീത്തയാകത്തുമില്ല. ജെയിംസ് കുട്ടി വീണ്ടും ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. നാട്ടിലെ ഒരു മാന്ത്രികനെ അവന് പരിചയമുണ്ടായിരുന്നു. ദുർമാന്ത്രികനാണ്. പേയെ പിടിച്ചു കെട്ടുമെന്നും ചുട്ട കോഴിയെ പറപ്പിക്കുമെന്നുമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാടനും മറുതയും മുന്തിയറുപ്പനും മുക്കണ്ണനുമൊക്കെ അയാളുടെ ചൊൽപ്പടിയിലാണത്രേ. അന്നൊക്കെ പരിഹാസത്തോടെയാണ് അത് കേട്ടിട്ടുള്ളൂ. ഉദരനിമിത്തമെന്ന് അവഹേളിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ ആദ്യം ഓർമ്മയിൽ വന്നത് അയാളുടെ നാമമാണ്, അയാളുടെ രൂപമാണ്. എന്തുകൊണ്ടൊന്ന് പരീക്ഷിച്ചുകൂടാ? ഗ്രാമത്തിന്റെ മുക്കിലെ അയാളുടെ വീട് ഏകദേശം പരിചയമുണ്ടായിരുന്നു. ജെയിംസ് കുട്ടി ജീപ്പ് തിരിച്ചുവിട്ടത് അവിടേക്കാണ്. ഒന്ന് കണ്ടു നോക്കാം, വെറുതെ ഒന്ന് സംസാരിച്ചു നോക്കാം. ഒരാളെ കണ്ടെന്നും പരിചയപ്പെട്ടെന്ന് വെച്ച് ആർക്കുമൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ചിലപ്പോൾ അത്തരം കേവലം ഒരു പരിചയത്തിന് വിലമതിക്കാനാവാത്ത ലാഭസാധ്യതയുണ്ടായെന്ന് വരാം. ഇനി ഒന്നുമില്ലേലും കുഴപ്പമേതുമില്ലല്ലോ. ജെയിംസ് കുട്ടി ഒരു കൊച്ചു വീടിന് മുന്നിൽ ജീപ്പ് നിർത്തി. മാന്ത്രികന്റെ ഭവനം. അവൻ ചെല്ലുമ്പോൾ ആ വീടിന് മുന്നിൽ ചിലർ കൂട്ടം കൂടി നിൽപ്പുണ്ടായിരുന്നു. ഉത്കണ്ഠാകുലരാണ് എല്ലാവരും. മാന്ത്രികനെ പുറത്തെങ്ങും കാണാനുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ കാണാനാണോ? കുറച്ചു നേരം കാത്തു നിൽക്കേണ്ടി വരും. മാന്ത്രികന്റെ അംഗരക്ഷകരിൽ ആരെങ്കിലും ആകാം. അവന്റെ സമീപത്ത് വന്ന് അറിയിച്ചു. തന്നെ കണ്ടപ്പോൾ വിലപിടിപ്പുള്ള ഒരു കോളത്തവനാണെന്ന് തോന്നിയിട്ടുണ്ടാവണം.
ജെയിംസ് മറുപടി ഒന്നും പറഞ്ഞില്ല. വീടിന്റെ മുറ്റത്തെ തളച്ചോട്ടിലിരുന്ന ഒരു ബെഞ്ചിൽ ചെന്ന് അവനിരുന്നു. അകത്തെ മുറിയിൽ നിന്ന് ഏതോ ഒരു യുവതിയുടെ ദയനീയമായ കരച്ചിൽ കേൾക്കുന്നു. അന്തരീക്ഷത്തിൽ ചൂരൽ പൊളയുന്ന ശബ്ദം. എന്താണിവിടെ? തെല്ലു ഭയം തോന്നാതിരുന്നില്ല അവന്. തനിക്ക് ന്യായീകരിക്കാൻ കഴിയാത്തതെന്തോ അവിടെ നടക്കുന്നുണ്ട് എന്നൊരു തോന്നൽ. ബെഞ്ചിൽ നിന്ന് അവൻ അറിയാതെ എഴുന്നേറ്റു. കൂട്ടം കൂടി നിന്നവരുടെ അടുത്തേക്ക് ചെന്ന് അവൻ കാര്യം തിരക്കി. എന്താണിവിടെ? പേടിക്കാനൊന്നുമില്ല സാറേ, അദ്ദേഹം ഒരു ബാധ ഒഴിപ്പിക്കുക. കാര്യം എൻ്റെ മരുമോള് പെണ്ണ. പറഞ്ഞിട്ടെന്താ, കഴിഞ്ഞ 1 മാസമായി അവളുടെ സമനില ആകെ തെറ്റിയ ലക്ഷണമാ. പല ഡോക്ടർമാരെയും കാണിച്ചു, യാതൊരു രക്ഷയുമില്ല. ഒടുവിലാ ഈ കുറിച്ച് അറിഞ്ഞത്. കണ്ടയുടനെ അദ്ദേഹം കാര്യം പറഞ്ഞു, ഒഴിപ്പിച്ചു തരാമെന്ന് ഏൽക്കുകയും ചെയ്തു. അങ്ങേരെ ആരാ ആള്? ഏറ്റാൽ കൃത്യമാ. ഞങ്ങൾക്ക് വിശ്വാസമായി. ജെയിംസ് കുട്ടി അങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കെ സിദ്ധൻ മുറി തുറന്ന് പുറത്തു വന്നു. സർവരും ഭയഭക്തി ബഹുമാനത്തോടെ ഒതുങ്ങി നിന്നു. അയാൾക്ക് പിന്നാലെ തളർന്ന ആശയായ ഒരു പെൺകുട്ടി കണ്ണീരും തുടച്ചുകൊണ്ട് ഇറങ്ങി വരുന്നു. 2 തവണ കൂടി കൊണ്ടുവരേണ്ടി വരും, എല്ലാം ശുഭമാകും. പെൺകുട്ടിയുടെ കൂടെ വന്നവർ നൽകിയ കടലാസ് പൊതി എളിയിൽ തിരുകിയിട്ട് സിദ്ധൻ നോക്കിയത് ജെയിംസ് കുട്ടിയുടെ മുഖത്തേക്ക്. അയാളുടെ നെറ്റിയിൽ കുറി പോലെ 3 വരകൾ തെളിഞ്ഞു. പ്രശ്നമാണല്ലോ, നാം മനസ്സിലാക്കുന്നു. കയറി വരൂ. ഒന്ന് അറച്ചെങ്കിലും ജെയിംസ് കുട്ടി സിദ്ധന് പിന്നാലെ മുറിയിലേക്ക് ചെന്നു. അയാൾ കാട്ടിക്കൊടുത്ത സ്റ്റൂളിൽ ഇരുന്നു കൊണ്ട് ജെയിംസ് കുട്ടി ചുറ്റും നോക്കി. ഒട്ടും സംശയിക്കേണ്ട, ഇവിടെ നാം മാത്രമേ ഉള്ളൂ. കാര്യങ്ങൾ വിശദമായി പറഞ്ഞോളൂ. എല്ലാം അറിയുന്നതുപോലെയാണ് സിദ്ധന്റെ ചോദ്യം. മടിച്ചാണെങ്കിലും അവൻ മനസ്സ് മലർക്കി തുറന്നു. എല്ലാം കേട്ടുകഴിഞ്ഞ് ഊറിയ ചിരിയോടെ സിദ്ധൻ ചോദിച്ചു, അത്രയുള്ള കാര്യം? അതിനാണോ വഴിയില്ലാത്തത്? ഉണ്ട്, പോംവഴിയുണ്ട്. വിശ്വസിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു ചെറിയ കാര്യം ചെയ്യാം. സിദ്ധൻ എണീറ്റു. അയാൾ ചെറുതെന്ന് പറഞ്ഞത് ഒരു വലിയ ദുരന്തമാകുമെന്ന് ജെയിംസ് കുട്ടി അപ്പോൾ നനച്ചതേയില്ല. പക്ഷേ സംഭവിച്ചത് ഇങ്ങനെയായിരുന്നു. ഒരു കടുകുമണിയുടെ വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടത്. തെങ്ങിന്റെ മണ്ട കത്തി തലയിലേക്ക് വീഴേണ്ടതായിരുന്നു. പൊടുന്നനെ രാജശേഖരന്റെ ഉപബോധ മനസ്സ് പ്രവർത്തിച്ചു. തന്റെ മാന്ത്രിക പ്രവർത്തനത്തിന് അപ്പുറം ആരോ ചെയ്ത പ്രവൃത്തിയാണ് ഇത്തരം ഒരു അത്യാഹിതത്തിന് കാരണമെന്ന് രാജശേഖരന് ഉറപ്പുണ്ടായിരുന്നു. അവന്റെ ഉപബോധ മനസ്സ് പ്രവർത്തനക്ഷമമായി. അപ്പോഴറിയേണ്ടത് അറിഞ്ഞു, കാണേണ്ടത് കണ്ടു. ജെയിംസ് കുട്ടി അവൻ സിദ്ധന്റെ അടുത്തിരിക്കുന്നു. സിദ്ധന്റെ ദുർമാന്ത്രിക പ്രയോഗമാണ് ഇടിത്തീ പോലെ തങ്ങളെ ഗ്രസിച്ചിരിക്കുന്നത്. ഇതിങ്ങനെ വെറുതെ വിടുന്നതിൽ അർത്ഥമില്ലല്ലോ. രാജശേഖരൻ അച്ഛനമ്മമാരെയും സഹോദരിമാരെയും ആശ്വസിപ്പിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യമാണ് ചെയ്തത്. നിലവിളക്കിന് മുന്നിലിരുന്ന് മന്ത്രം ചൊല്ലി തൻ്റെ വീട് നിലത്തുനിന്ന് പറിച്ചെറിയാനുള്ള മാർഗമല്ലേ സിദ്ധൻ ചെയ്തത്. അതിനൊട്ടും കുറയാതെ തന്നെ അങ്ങോട്ടും ചെയ്തേ പറ്റൂ. വീട് പിഴുതെങ്കിൽ പകരം വീട്. ഒട്ടും വിട്ടുവീഴ്ച ചെയ്യേണ്ടക്ക ആവശ്യമേ ഇല്ല. അതിന് പറ്റിയ മന്ത്രം ഏതെന്ന് ഒരു നിമിഷം മനസ്സിൽ തെളിയുകയും ചെയ്തു. ഹനുമാൻ മന്ത്രം. ഇഷ്ടമൂർത്തി പ്രീണ മന്ത്രം ചൊല്ലി നിർത്തിയ നിമിഷം രാജശേഖരന് മൂർത്തി സാന്നിധ്യം അനുഭവപ്പെട്ടു. ഒരു കൊലച്ചയുടെ തലോടൽ പോലെയാണ് ആദ്യം തോന്നിയത്. മൂർത്തി തന്നിൽ സംപ്രീതനായിരിക്കുന്നുവെന്ന് തീർച്ചയായിരിക്കുന്നു. അവനെ തലോടിയ കുളിർക്കാറ്റ് നിലവിളക്കുകളുടെ നാളങ്ങളിൽ ഒന്നുലച്ച് പുറത്തേക്ക് ചിറകടിച്ച് പറന്നുപോയി. ചുരുങ്ങിയ നാളുകളെ ആയിട്ടുള്ളൂ മന്ത്രപഠനം തുടങ്ങിയിട്ട്. മേനോൻ ഒരു കാര്യം പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു. എല്ലാവരും ചെയ്യും പോലെ ഒരുപാട് മൂർത്തികളെ ഉപാസിക്കേണ്ടതില്ല. ഏതെങ്കിലും ഒരു മൂർത്തിയെ മാത്രം സേവിക്കുക. ഏത് അപകടഘട്ടങ്ങളിൽ നിന്നും തന്നെ തുണയ്ക്കാൻ കേൾപ്പുള്ള ഒരു മൂർത്തി. അങ്ങനെയാണ് രാജശേഖരൻ ഹനുമാനെ ഉപാസിക്കാൻ ആരംഭിച്ചത്. ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമായ ഹനുമാൻ. ക്ഷിപ്രപ്രസാദിയാണ് തൻ്റെ ഉപാസനാമൂർത്തിയെന്ന് പഠനം തുടങ്ങിയതിൻ്റെ 3-ാം ദിവസം തന്നെ അവന് ബോധ്യമായി കഴിഞ്ഞിരുന്നു. ഇപ്പോഴിതാ അത് കൂടുതൽ വ്യക്തമാവുകയും ചെയ്തുവല്ലോ. തൻ്റെ വീട് ഇടിച്ചു നിരത്തുവാനും എല്ലാവരെയും ഒരുമിച്ച് കാലപുരിക്ക് അയക്കുവാനുമായിരുന്നു സിദ്ധന്റെ ഉദ്ദേശം. ജെയിംസ് കുട്ടിയുടെ നാണയങ്ങളുടെ തിളക്കം കണ്ട് അയാൾക്ക് സ്വബോധം നഷ്ടപ്പെട്ടിരിക്കാം. അല്ലെങ്കിൽ മുന്നും പിന്നും നോക്കാതെ ഇത്തരമൊരു കൃത്യത്തിലേക്ക് എടുത്തു ചാടുമായിരുന്നു. കാള വെറ്റു എന്ന് കേട്ടാലുടൻ കയറെടുക്കാൻ ഓടിയ സിദ്ധനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് രാജശേഖരന് വാശിയായി. അച്ഛനമ്മമാർക്കും ശശികലയ്ക്കും എന്തെങ്കിലും സംഭവിച്ചോ എന്ന് നോക്കും മുമ്പേ ഇഷ്ടമൂർത്തിയെ സിദ്ധന്റെ പക്കലേക്ക് അയച്ചത് അതുകൊണ്ടു തന്നെയാണ്. സിദ്ധൻ അഴിച്ചുവിട്ട അയാളുടെ മന്ത്രപ്രയോഗങ്ങളിലെ അവശിഷ്ടമെന്നോണം വീടിന് ചുറ്റും കാറ്റിന്റെ കെടുതികൾ അപ്പോഴും വിതുമ്പി നിന്നിരുന്നു. തെങ്ങിന്റെ തുഞ്ചും കത്തി ഒടിഞ്ഞ് ചുവട്ടിൽ നിന്ന് വളരെ അകലെയാണ് വീണത്. ഹനുമാൻ സ്വാമി പോകുവഴിക്ക് അപകടം മാറ്റിവിട്ടതാവാം. കഴിഞ്ഞ 7 ദിനരാത്രങ്ങൾ മുറിക്കുള്ളിൽ ഒരേ ഇരിപ്പായിരുന്നു.
രാജശേഖരൻ മന്ത്രപഠനം ആരംഭിച്ചതിന് ശേഷം പുറത്തെ ലോകം കണ്ടിട്ടേയില്ല. മേനോൻ പറഞ്ഞതുപോലെ എല്ലാം അനുസരിച്ചു. ഒരേ മൂർത്തിയെ മാത്രം സേവിക്കുന്ന ആദ്യത്തെ മാന്ത്രികനായിരിക്കും ഒരുപക്ഷെ രാജശേഖരൻ. അതുകൊണ്ട് തൃപ്തനാകാനാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ ഗുണങ്ങളും ചെയ്തു തരാൻ തീർച്ചയായും ഒരേ ഒരു മൂർത്തി മതി. കരഞ്ഞുകൊണ്ട് ശശികല വീട്ടിലേക്ക് ഓടിക്കയറി വന്നു. അവൾക്ക് പിന്നാലെ മേനോനും ഭാര്യയും. കഴിഞ്ഞുപോയ നിമിഷങ്ങൾ അവർക്കു നൽകിയ ആഘാതത്തിൽ നിന്ന് ഇനിയും മോചനം നേടാത്ത മനസ്സുകൾ അപ്പോൾ വിതുമ്പിക്കൊണ്ടിരുന്നു. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാതെ ധ്യാനത്തിലിരിക്കുന്ന രാജശേഖരനെ ദയനീയമായൊന്ന് നോക്കിയിട്ടാണ് മേനോൻ തൻ്റെ മുറിയിലേക്ക് പോയത്. ഒരു ഭൂമികുലുക്കത്തിൻ്റെ അവശിഷ്ടം പോലെ ആ മുറികൾ പൊട്ടിപ്പിളർന്ന് ഇളകി മറിച്ച പുതുമണ്ണ് പോലെ കിടക്കുകയായിരുന്നു. രാജശേഖരൻ ഇരുന്ന മുറിയുടെ വാതിൽ അടർന്നു വീണിട്ടും അവൻ അറിഞ്ഞതേയില്ല. സ്വാഭാവികമായ ഒരു പ്രകൃതി താണ്ഡവമായിട്ടായിരുന്നില്ല അതെന്ന് മേനോൻ ഉറപ്പായിരുന്നു. ആരോ ചെയ്ത ആഭിചാര പ്രക്രിയയുടെ ഫലം തന്നെയാണ്. ഒറ്റ നിമിഷം കൊണ്ടല്ലേ കൊടുങ്കാറ്റ് സംഹരിക്കാനെത്തിയത്. ആരുടെയോ ഭാഗ്യം. വീട് അടിപറിഞ്ഞു വീണില്ല. ധ്യാനനിദ്രയിൽ നിന്ന് രാജശേഖരൻ ഉണരും വരെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയില്ല. വാടക വീടാണ് താറുമാറായി കിടക്കുന്നത്. ഇനി അത് നന്നാക്കണമെങ്കിൽ പണം വേണം. നിത്യച്ചെലവിന് ബുദ്ധിമുട്ടുന്ന താൻ എവിടുന്ന് പണം ഉണ്ടാക്കാനാണ്? ഏക ആശ്രമമായിരുന്ന ചാരുകസേരയും ഒടിഞ്ഞു പോയിരിക്കുന്നു. ഒടിഞ്ഞുകിടന്ന കസേര കൈകൾ ഉയർത്തി താങ്ങി നിർത്തി. മേനോൻ അറിയാതെ ആ കണ്ണുകൾ നിറഞ്ഞു. മനമുരുകി കണ്ണീരായി ഒഴുകുകയാവാം. രാജശേഖരൻ ധ്യാനത്തിൽ നിന്നുണർന്നു. അതുവരെ ഇല്ലാതിരുന്ന ഒരാഹ്ലാദം അപ്പോൾ അവൻ്റെ മുഖത്ത് ഉദിച്ചിരുന്നു. പകരത്തിനു പകരം കൊടുത്തുവച്ച. പക്ഷേ ഇനിയും പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം. രാജശേഖരൻ അച്ഛൻ്റെ സമീപത്തേക്ക് ചെന്നു. മകൻ പറഞ്ഞതിൻ്റെ പൊരുൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല. എന്താണ് ഉണ്ടായത് മോനെ? പറയാം. അത് പറയാനാ ഞാൻ ഇറങ്ങി വന്നത്. രാജശേഖരൻ പറഞ്ഞു തുടങ്ങി. സിദ്ധന് രണ്ടാമതൊന്നുകൂടി ആലോചിക്കാനുണ്ടായിരുന്നില്ല. മുന്നിലിരിക്കുന്നവൻ ചില്ലറക്കാരനല്ല, പണച്ചാക്കാണെന്ന് അയാൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. കാര്യം എങ്ങനെയും സാധിച്ചാൽ മതി. അതിനുള്ള ചെലവ് എത്രയായാലും അത് പ്രശ്നമല്ല. അവൻ്റെ ഉദ്യമങ്ങളിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കണം. അവൻ്റെ ആ ഉദ്ദേശങ്ങൾ നടക്കാതിരിക്കണം. അത്രേ വേണ്ടൂ, ജെയിംസ് ആവേശത്തോടെ പറഞ്ഞു. എല്ലാം കേട്ടുകൊണ്ടിരുന്ന സിദ്ധൻ തലകുലുക്കി. ഏറ്റു, സർവ്വതും ഏറ്റു. ചെറിയൊരടി ഇപ്പോൾ തന്നെ കൊടുത്തു കളയാം. ഒരു മുന്നറിയിപ്പിന് അത് മതിയാകും. അതുകൊണ്ടും പഠിച്ചില്ലെങ്കിൽ അടുത്തത് പിന്നാലെ. ഒന്നുകൊണ്ട് തന്നെ ഒതുങ്ങിക്കോളും. ഒന്നു കൊണ്ടാലറിയാം രണ്ടിൻ്റെ ബലാബലമെന്നല്ലേ ചൊല്ല്. സംസാരം കൊണ്ട് സിദ്ധൻ ജെയിംസുട്ടിയെ ആവോളം സുഖിപ്പിച്ചു. ഒരു 5 നിമിഷം ഇരിക്കെ, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. സിദ്ധൻ പൂജാമുറിയിലേക്ക് കയറി. മേനോൻ്റെ വീട് പൊളിക്കാൻ കൊടുങ്കാറ്റുണ്ടാക്കുകയും അഭയം തേടിയ തെങ്ങിൻ്റെ മണ്ട ഒടിച്ച് നിലത്തിട്ടതും മനസ്സിൽ കണ്ട് തൃപ്തിയായി. സംതൃപ്തിയോടെയാണ് പുറത്തേക്ക് ജെയിംസിൻ്റെ മുന്നിലേക്ക് ഇറങ്ങിച്ചെന്നത്. അക്കാര്യം ഭംഗിയായി കലാശിച്ചു. ഒരുപക്ഷെ 4 തീർന്നു കാണും. അല്ലെങ്കിൽ 4 മാസത്തേക്ക് എണീക്കാതിരിക്കാനുള്ളത് ചെയ്തിട്ടുണ്ട്. ചെയ്ത കർമ്മത്തെക്കുറിച്ച് വിശദമായി പറയാൻ മുന്നിലെ ചൂരൽ കസേരയിലേക്ക് വിശാലമായൊന്നിരിക്കാൻ സിദ്ധനാഞ്ഞതും ആ കസേര തനിയെ പിന്നിലേക്ക് വലിഞ്ഞതും ഏക മുഹൂർത്തത്തിലായിരുന്നു. സിദ്ധൻ നടുവും തല്ലി തറയിലേക്കാണ് വീണത്. ജെയിംസ് ഞെട്ടി. സിദ്ധൻ വിളറി. ഹനുമാൻ സ്വാമി കൃത്യസമയത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. വേദനയുടെ ഞരക്കവുമായി കൊടും കൈകുത്തി എണീക്കാൻ തുടങ്ങിയ നേരത്ത് രണ്ടാമത്തെ അടിയേറ്റു. ജെയിംസ് ഊട്ടിയുടെ നടുക്കം പൂർണ്ണമായി. കൊടുങ്കാറ്റിൻ്റെ അലകൾ ഉഴുതുമറിച്ച് തറയിൽ ഒടിഞ്ഞു മടങ്ങിയ തൻ്റെ ചാരുകസേര നേരെ നിർത്തുവാൻ പാടുപെടവേ വാസുദേവ മേനോൻ്റെ വൃദ്ധനയനങ്ങൾ നിറഞ്ഞൊഴുകി. വീങ്ങിപ്പൊട്ടുന്ന മനസ്സിനെ അടുക്കുവാൻ അദ്ദേഹം പാടുപെട്ടു. എന്തൊരു ജന്മമാണിത്! ദുരന്തങ്ങളുടെ നീണ്ട നിര തൻ്റെ ജീവിതത്തെ എന്നും ഞെരിച്ചു പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തേ? ക്രൂരവും കൽപ്പിതവുമായ ഒരു തകർച്ചയുടെ വേദനിപ്പിക്കുന്ന ഭാണ്ഡങ്ങളും പേറി ഇങ്ങനെ കഴിയാൻ താൻ വിധിക്കപ്പെട്ടതെന്തേ? ഇതിൻ്റെയൊക്കെ ദുരന്തഫലം തൻ്റെ മക്കളും അനുഭവിക്കേണ്ടി വരുന്നല്ലോ ഈശ്വര. മനസ്സ് വിണ്ടുകീറുന്ന വേദനയോടെ മേനോൻ നിശബ്ദം തേങ്ങി. ചുളിഞ്ഞു ചുരുണ്ട കവിൾത്തടത്തിലൂടെ കണ്ണീർ ചാലിട്ടൊഴുകി. പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന രാജശേഖരനെ കണ്ട് മേനോൻ മുഖം തിരിച്ച് കണ്ണീരൊപ്പി. തൻ്റെ വേദനകൾ മകം കാണരുത്. ദുരന്തങ്ങളുടെ ഈ മാറാക്കുരുക്ക് തന്നെ അനുനിമിഷം വീർപ്പ് മുട്ടിക്കുകയാണെന്ന് അവൻ അറിയരുത്. അറിഞ്ഞാൽ അവനും അധൈര്യനായേക്കാം. പിടിച്ചു നിൽക്കാനുള്ള ആ ഊന്നുവടി കൂടി നഷ്ടപ്പെട്ടാൽ ഇല്ല, അത് ചിന്തിക്കാനാവില്ല. രാജശേഖരൻ്റെ മുഖത്തേക്ക് മേനോൻ പാളി നോക്കി. പതിവിൽ കഴിഞ്ഞ ആഹ്ലാദമാണ് മകൻ്റെ മുഖത്ത് കാണപ്പെട്ടത്. അപ്പുറത്ത് അമ്മയും സഹോദരിയും ഉതിർക്കുന്ന തേങ്ങലുകൾ അവൻ്റെ മനസ്സിൽ പതിയുന്നില്ല. ചുറ്റും താറുമാറായി കിടക്കുന്ന കുടിലിൻ്റെ ഭാഗങ്ങളും അവനെ അലട്ടുന്നില്ല. ഇതെന്തേ? പകരത്തിന് പകരം കൊടുത്തു വച്ച. പക്ഷേ ഇനിയും പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം.
മകന്റെ വാക്കുകളുടെ പൊരുൾ മേനോന് പിടികിട്ടിയില്ല. സംശയത്തോടെ മകന്റെ മുഖത്തേക്ക് അദ്ദേഹം നോക്കി. അച്ഛാ, ഇതെല്ലാം ശത്രുക്കൾ കരുതിക്കൂട്ടി ചെയ്ത കൊടും ക്രൂരതയാണ്. നോക്കിക്കോളൂ, ഇതിനെല്ലാം പകരം ഞാൻ എണ്ണി എണ്ണി ചോദിക്കും. ശത്രുക്കളോ? അതിന് നമുക്കാരാ മോനെ ശത്രുക്കൾ? നമ്മളെ ഇങ്ങനെ ദ്രോഹിക്കാൻ മാത്രം ശത്രുത ആർക്കാണ് നമ്മോടുള്ളത്? മേനോൻ എടുത്തു ചോദിച്ചു. തൻ്റെ ജീവിതം തകർത്തതിൽ നല്ലൊരു പങ്ക് മേടയിൽ വറയിച്ചിട്ടുണ്ടെന്ന് മേനോൻ അറിയാം. അതെല്ലാം അയാളുടെ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് നിത്യവൃത്തിക്ക് പോലും കഷ്ടപ്പെട്ട് അന്യനാട്ടിൽ കഴിയുന്ന തങ്ങളെ അയാൾ എന്തിനു വീണ്ടും ശല്യപ്പെടുത്തണം? ആരാണെന്നോ? രാജശേഖരൻ്റെ ശബ്ദമുയർന്നു. മേടയിൽ വറയിച്ചനും മക്കളും തന്നെ. അവരുടെ സാമ്പത്തികേച്ഛ നമ്മളെ ആ നാട്ടിൽ നിന്ന് അകറ്റി. അവരുടെ ക്രൂരത നമ്മളെ തെമ്മാടികളാക്കി ചിത്രീകരിച്ചു. അവരുടെ സ്വാർത്ഥത ഇവിടെയും നമ്മെ പിന്തുടരുന്നു. മേടയിൽ വറയിച്ചനും മക്കളും നമ്മളെ നശിപ്പിച്ചിട്ടേ അടങ്ങൂ എന്ന വാശിയിലാണ്. ഒരു നിമിഷം നിർത്തി രാജശേഖരൻ തുടർന്നു. അതേ വാശിയിൽ തന്നെയാണ് ഞാനും. അവരുടെ ക്രൂരതയ്ക്ക് മുന്നിൽ കഴുത്ത് നീട്ടിക്കൊടുത്ത് വിറങ്ങലിച്ചു നിൽക്കാൻ ഞാനൊരു ബലിമൃഗമല്ല. എന്നും തോറ്റു കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. മേടയിൽ വറയിച്ചനെയും ദുഷ്ടസന്തതികളെയും ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങും. അതിനുള്ള ശക്തി സ്വരൂപിക്കുകയാണ് ഞാൻ. വികാര വിക്ഷോഭം കൊണ്ട് വിറഞ്ഞു തുള്ളുന്ന മകന്റെ മുഖത്തേക്ക് നോക്കി മേനോൻ ആരാഞ്ഞു. നീ എന്തൊക്കെയാണ് മോനെ ഈ പറയുന്നത്? ഇപ്പോഴിവിടെ ഉണ്ടായത് വറയിച്ചൻ മനസ്സറിഞ്ഞിട്ടാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഇതൊക്കെ തലവിധി തന്നെ. അതെ അച്ഛാ, ആ ദുഷ്ടക്കൂട്ടം അറിഞ്ഞിട്ട് തന്നെ. വറയിച്ചനല്ലെങ്കിൽ ജെയിംസ് ഊട്ടി, അവനാണ് ഇതിൻ്റെ പിന്നിൽ. ജെയിംസ് ഊട്ടിയോ? അവൻ എങ്ങനെ? മേനോനെ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ രാജശേഖരൻ പറഞ്ഞു. ആ ജെയിംസ് ഊട്ടി ഒരു സിദ്ധനെ കൊണ്ട് ചെയ്യിച്ചതാണ് ദുർമന്ത്രവാദം. എൻ്റെ തപസ്സി തുടർന്ന് ഞാൻ ഇഷ്ടമൂർത്തിയെ പ്രസാദിച്ചാൽ പിന്നെ എന്നോട് എതിരിടാൻ കഴിയില്ലെന്ന് അവർക്കറിയാം. അതിനു മുമ്പ് എന്നെ പിന്തിരിപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഞാൻ തിരിച്ചടി തുടങ്ങിയെന്ന് ഇപ്പോഴവർക്ക് മനസ്സിലായിരിക്കും. രാജശേഖരൻ ഒരു മാത്രം നേരത്തേക്ക് മനസ്സ് കേന്ദ്രീകരിച്ച് ഹനുമാൻ സ്വാമിയെ സ്മരിച്ചു. തൽക്ഷണം അടികൊണ്ട് പൊളയുന്ന സിദ്ധന്റെ മുറവിളി രാജശേഖരന്റെ ഉള്ളിൽ മുഴങ്ങി. ആ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. ആരാണ് തന്നെ ആക്രമിക്കുന്നതെന്നോ എങ്ങനെയാണെന്നോ മനസ്സിലാക്കാൻ സിദ്ധന് കഴിഞ്ഞില്ല. നിലം പൊത്തുന്ന തരത്തിലുള്ള ഒരു താടനമേറ്റ് അയാൾ പിന്നിലേക്ക് മറിഞ്ഞ് ഭിത്തിയിൽ തലയടിച്ച് വീണു. ശരീരമാകെ നുറുങ്ങുന്ന വേദന. കണ്ണുകൾ മൂടിക്കെട്ടിയതുപോലെ തറയിൽ കൈകുത്തി അയാൾ നിലത്തേക്ക് തന്നെ മറിഞ്ഞു. അടിയേറ്റ് തിണർത്ത ശരീരഭാഗങ്ങൾ ചെമ്പരത്തി പൂ പോലെ ചുവന്നു തുടുത്തു. അവിടെ രക്തം കിനിഞ്ഞ് മുഖമാകെ ഭീമത്സമായി. നിസ്സഹായതയോടെ ഒന്ന് നിലവിളിക്കാൻ അയാൾ ശ്രമിച്ചു. തൊണ്ടയിലൂടെ ഒരു കുറുകൽ മാത്രം പുറത്തേക്ക് വന്നു. കഴുത്തിന് ആരോ കുത്തിപ്പിടിക്കുന്നത് പോലെ സിദ്ധന് ശ്വാസതടസ്സം നേരിട്ടു. തറയിൽ കിടന്ന് അയാൾ മരണവെപ്രാളത്തോടെ കൈകാലിട്ടടിച്ചു. ഒരു നിമിഷത്തിനു ശേഷം സിദ്ധൻ തറയിലൂടെ ഒന്ന് ഉരുണ്ട് ദീർഘമായി ശ്വാസമെടുത്ത് അലറിക്കരഞ്ഞു. ആ കൂരയെ മുഴുവൻ നടുക്കുന്ന അലർച്ചയായിരുന്നു അത്. സിദ്ധന്റെ നിസ്സഹായാവസ്ഥ അമ്പരപ്പോടെ കാണുകയായിരുന്നു ജെയിംസ് ഊട്ടി. ആരാണ് സിദ്ധനെ ആക്രമിക്കുന്നത് എന്നറിയില്ല. ആരോ എടുത്തെറിയുന്നത് പോലെ സിദ്ധൻ ഓരോ തവണയും വായുവിൽ അമർന്ന് തെറിച്ചു പോകുന്നതും തറയിൽ കിടന്ന് മൂളുന്നതും മാത്രമേ അയാൾക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. ഏതാനും നിമിഷം കൊണ്ട് സിദ്ധന്റെ മുഖവും ശരീരവും തിരിച്ചറിയാനാവാത്ത വിധം മാറിപ്പോയി. നീര് വന്ന് വീർത്തതുപോലെ കരുവാളിച്ച് തിണർത്ത മുഖം, ശരീരമാസകലം അടിയുടെ ചുവന്നു കലങ്ങിയ പാടുകൾ. സ്വന്തം മലമൂത്ര വിസർജനത്തിൽ കിടന്ന പുഴുവിനെ പോലെ ഇഴയുന്ന സിദ്ധനെ കണ്ടപ്പോൾ ജെയിംസ് ഊട്ടിക്ക് ആ രംഗത്തു നിന്നും എത്രയും വേഗം ഓടി രക്ഷപ്പെട്ടാൽ കൊള്ളാമെന്ന് തോന്നി. അതേ നിമിഷത്തിൽ സിദ്ധന്റെ പിന്നണിയാളുകളും വീട്ടുകാരും മുറിവാതിൽക്കലെത്തി. അകത്തെ കാഴ്ച അവരെയും നടുക്കി. ചുട്ട കോഴിയെപ്പോലും പറപ്പിക്കുന്ന സിദ്ധൻ. ചുറ്റും അമ്പരന്ന് നിൽക്കുന്നവരെ തള്ളി മാറ്റി ജെയിംസ് ഊട്ടി പുറത്തേക്ക് പാഞ്ഞു. ഇനി ഇവിടെ നിന്നാൽ അടുത്ത ഊഴം തൻ്റേതായിരിക്കാം. അയാൾ സംശയിച്ചു. ഏതോ ദുഷ്ടരൂപി സിദ്ധനെ ആക്രമിക്കുകയാണ്. അതിൻ്റെ ശ്രദ്ധ തൻ്റെ നേരെ തിരിയും മുമ്പ് എത്രയും വേഗം വീട്ടിലെത്തണം. ജെയിംസ് ഊട്ടി നിമിഷ നേരം കൊണ്ട് വഴിയിലെത്തി ജീപ്പിനടുത്തേക്ക് അയാൾ പാഞ്ഞു ചെന്നു. അതേ നിമിഷത്തിൽ ആരോ പിടിച്ചു കുലുക്കിയതുപോലെ ആ ജീപ്പ് ആകെ ഒന്ന് ആടി ഉലഞ്ഞു. സംശയം തീരാഞ്ഞ് ജെയിംസ് ഊട്ടി ഒന്നുകൂടി നോക്കി. അതെ, ജീപ്പ് ആടി ഉലയുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ജെയിംസ് ഊട്ടി സ്തംഭിച്ച് ആ വഴിയിൽ നിന്നു. അപ്പോൾ സാവധാനം ആ ജീപ്പ് ആരോ തള്ളിവിട്ടതുപോലെ മുന്നോട്ട് ഉരുളാൻ ആരംഭിച്ചു. ജെയിംസ് ഊട്ടിയുടെ നേർക്ക്. സർവ്വനാഴികളും തളർന്നവനെ പോലെ ജെയിംസ് ഊട്ടി നിശ്ചലനായി. അവിശ്വസനീയമായത് എന്തോ കണ്ടതുപോലെ അയാളുടെ മിഴികൾ തുറച്ചു. രോമകൂപങ്ങളിലൂടെ പാഞ്ഞു കയറിയ മരവിപ്പ് മജ്ജകളെപ്പോലും ഞെരിച്ചുടച്ചു. 20 അടിയോളം അകന്നു നിന്ന് ആ ജീപ്പ് അയാളുടെ നേരെ ഉരുണ്ടു വരികയായിരുന്നു. പതുങ്ങി പതുങ്ങി ആക്രമിക്കാൻ അടുക്കുന്ന ഒരു കള്ളനെ പോലെ. സംശയം തീർക്കാൻ എന്ന പോലെ ജെയിംസ് ഊട്ടി ജീപ്പിനു നേരെ ഒന്നുകൂടി നോക്കി. ഇല്ല, ഡ്രൈവറുടെ സീറ്റിൽ ആരുമില്ല. ജീപ്പ് തന്നെത്താൻ ഉരുളുകയാണ്.
ഇത് സിദ്ധനെ ഉപദ്രവിച്ച ആ ചെകുത്താൻ്റെ പണി തന്നെയാണ്, ജെയിംസ് ഊട്ടി തീർച്ചപ്പെടുത്തി. അല്ലാതെ കുണ്ടും കുഴിയുമായി കിടക്കുന്ന ഈ വഴിയിലൂടെ ജീപ്പ് തനിയെ നീങ്ങി വരുന്നത് എങ്ങനെ? ഡ്രൈവറുടെ സീറ്റിലും ആളില്ല. തൻ്റെ ജീപ്പ് മറ്റാരെങ്കിലും തള്ളിക്കൊണ്ടു പോകുകയാണെന്ന് വിശ്വസിക്കാനും ജെയിംസ് ഊട്ടി തയ്യാറായില്ല. ഇത് ആ ചെകുത്താൻ്റെ പണി തന്നെ. സിദ്ധനെ വിട്ട് ഇനി തൻ്റെ നേരെ തിരിഞ്ഞിരിക്കുന്നു. ശക്തമായ താടനമേറ്റ് തറയിൽ കിടന്നുരുളുന്ന സിദ്ധന്റെ ദയനീയ ചിത്രം ജെയിംസ് ഊട്ടിയുടെ മനസ്സിൽ തെളിഞ്ഞു. അതികഠിനമായ വേദനയോടെ അലറിക്കരയുന്ന സിദ്ധന്റെ തീക്ഷ്ണ ശബ്ദം ചെവിയിൽ മുഴങ്ങി. ആരോ തൊട്ടുണർത്തും പോലെ ജെയിംസ് ഊട്ടി പെട്ടെന്ന് ബോധവാനായി. താൻ അപകടത്തിന്റെ വക്കിലാണ്. ജീപ്പ് തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. എന്തു ചെയ്യണം? അദൃശ്യനായ ആ ദുഷ്ടമൂർത്തി ജീപ്പിലാണിപ്പോൾ. അതാണ് ജീപ്പിനെ തള്ളിവിടുന്നത്. ജീപ്പിന് മുന്നിൽ നിന്ന് അകലുകയേ രക്ഷയുള്ളൂ. പിന്നെ താമസിച്ചില്ല. ഇടതുവശത്തേക്കുള്ള വഴിയിലൂടെ ജെയിംസ് ഊട്ടി വിഹുലതയോടെ പാഞ്ഞു. മരണത്തിന്റെ കരങ്ങൾ തന്നെ വേട്ടയാടി തുടങ്ങിയതായി അവന് തോന്നി. എത്രയും വേഗം രക്ഷപ്പെടണം. അവന്റെ കാലുകൾക്ക് വേഗതയേറി. 10-20 ചുവടുകൾ വെച്ച ശേഷം ജെയിംസ് ഊട്ടി തിരിഞ്ഞു നോക്കി. തന്റെ പിന്നാലെ തന്നെ ജീപ്പ് കുതിച്ചുവായിരുന്നു. പൂർവാധികം വേഗത്തിൽ ജെയിംസ് ഊട്ടി ഓട്ടം തുടർന്നു. ഒരു പന്തയ കുതിരയെ പോലെ അയാൾ കിതച്ചു. ഭയം കൊണ്ട് വിയർത്തു വിളറി പ്രാണന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ജെയിംസ് ഊട്ടി ഉറക്കെ നിലവിളിക്കുന്നുണ്ടായിരുന്നു. സമീപവാസികളൊക്കെ വഴിയിലേക്ക് നോക്കി. ആർക്കും ഒന്നും മനസ്സിലായില്ല. ഭ്രാന്ത് പിടിച്ചതുപോലെ ജെയിംസ് ഊട്ടി ആ ചെമ്മൺ പാതയിലൂടെ ഓടുകയാണ്. പിന്നിലായി കുലുങ്ങിത്തെറിച്ച് ആ ജീപ്പും. ജീപ്പിന് പിന്നിൽ ഉരുണ്ടുമറിയുന്ന പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. പൊടിപടലങ്ങൾ അല്പം ഒന്ന് കുറഞ്ഞപ്പോൾ ജനങ്ങളും പിന്നാലെ കൂടി. അരുതാത്തത് എന്തൊക്കെയോ സംഭവിക്കുന്നതായി അവർക്കും തോന്നി. ജീപ്പിൽ ആരെയും കാണുന്നില്ല. പിന്നെ അതെങ്ങനെ തനിയെ നീങ്ങുന്നു? ജനക്കൂട്ടം പൊടിപടലങ്ങളുടെ മറയിലൂടെ ജീപ്പിനെ പിന്തുടർന്നു. എത്ര ദൂരം ഓടിയെന്ന് ജെയിംസ് ഊട്ടിക്ക് അറിയില്ല. ഇടയ്ക്കിടെ തട്ടിയും തടഞ്ഞും വീണ് അയാൾ ആകെ ചുവന്ന പൊടിയിൽ കുളിച്ചു. അന്തരീക്ഷത്തിലുള്ള വായു മുഴുവൻ വിഴുങ്ങാനെന്ന പോലെ അയാൾ വാ പിളർന്നു. നെഞ്ചു പൊട്ടുമിതം അവൻ വായു അകത്തേക്ക് വലിച്ചു. കണ്ണുകൾക്ക് മൂടൽ അനുഭവപ്പെട്ടതായി അയാൾക്ക് തോന്നി. ഇരുമ്പുകൂടങ്ങൾ കെട്ടിത്തൂക്കിയതുപോലെ തളർച്ച കാലുകളെ പിടികൂടിയിരിക്കുന്നു. കണ്ണിനകൾക്ക് മുകളിൽ കുഴഞ്ഞു പിടിച്ച പൊടി ഇടതു കൈ കൊണ്ട് തൂത്തെറിഞ്ഞ് വിഭ്രാന്തിയോടെ ജെയിംസ് ഊട്ടി ജീപ്പിനു നേരെ നോക്കി. ജീപ്പിന്റെ കറുത്ത രൂപം തന്റെ കണ്ണുകൾക്ക് ഉൾക്കൊള്ളാനാവാത്ത വിധം വലുതാകുന്നത് അവൻ അറിഞ്ഞു. വെള്ളം തെറിപ്പിക്കുന്നത് പോലെ ചുവന്ന പൊടിമണ്ണ് ഇരുഭാഗത്തേക്കും മകഞ്ഞു മാറ്റിക്കൊണ്ട് ജീപ്പിന്റെ ചക്രങ്ങൾ തനിക്കു നേരെ ഉരുളുന്നത് കണ്ട് അയാൾ അവസാന ഊർജം സംഭരിച്ച് ചാടി എണീറ്റു. ജീപ്പിന്റെ പാതയിൽ നിന്ന് വേയിച്ചു മാറിയ ജെയിംസ് ഊട്ടിയെ മുട്ടിയുരുമി അത് നിന്നു. അപ്പോഴും ആരോ പിടിച്ചുലയ്ക്കുന്നത് പോലെ ജീപ്പ് കുലുങ്ങിക്കൊണ്ടിരുന്നു. ജെയിംസ് ഊട്ടി വീണ്ടും മുന്നോട്ട് പാഞ്ഞു. പെട്ടെന്ന് അയാൾക്കൊരു ബുദ്ധി തോന്നി. ജീപ്പിനു കടന്നുപോകാൻ കഴിയാത്ത പാതയിലൂടെ ഓടിയാൽ അപകടം ഒഴിയില്ലേ? കൂടുതലൊന്നും ആലോചിക്കാതെ ജെയിംസ് ഊട്ടി വലതുവശത്ത് കണ്ട മതിലിന് മുകളിലേക്ക് പൊത്തിപ്പിടിച്ചു കയറി. മതിലിന് മുകളിലൂടെ അയാൾ നിരങ്ങി അപ്പുറത്തേക്ക് മറിയാൻ തുടങ്ങുകയായിരുന്നു. അതേ നിമിഷത്തിൽ ജീപ്പ് അയാൾക്ക് താഴെ മതിലിൽ വന്നിടിച്ചു. ഉയർന്നു തെറിച്ച ഇഷ്ടിക കഷ്ണങ്ങളോടൊപ്പം ജെയിംസ് ഊട്ടിയും ജീപ്പിന്റെ ബോണറ്റിൽ പതിച്ചു. ഭീതിതമായ ഒരു നിലവിളി അയാളുടെ കണ്ടത്തിൽ നിന്നുയർന്നു. ദേഹമാസകലം സൂചി കുത്തിയിറക്കിയതുപോലെ വേദന. മിഴികളിൽ 1000 നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്ന പ്രതീതി. ചെവിയിൽ കൊടുങ്കാറ്റിന്റെ മൂളക്കം. ബോണറ്റിൽ കൈകുത്തി അയാൾ എണീക്കാൻ ഭാവിച്ചു. തൽക്ഷണം ജീപ്പ് ആരോ വലിച്ചു മാറ്റിയതുപോലെ പിന്നിലേക്ക് നീങ്ങി. ജെയിംസ് ഊട്ടി നിലത്ത് വീണു. ഒരു തരത്തിൽ അയാൾ പിന്നെയും പിടഞ്ഞെണീറ്റു. രക്തവും വിയർപ്പും പൊടിമണ്ണും കൂടിക്കലർന്ന മുഖം ബീമത്സമായി കഴിഞ്ഞിരുന്നു. തളർന്ന മിഴികളിലൂടെ അയാൾ ജീപ്പിനു നേരെ നോക്കി. അത് വീണ്ടും അയാൾക്കു നേരെ ചലിക്കാൻ ആരംഭിച്ചു. അവസാനത്തെ ശക്തിയും സംഭരിച്ച് അയാൾ തളർന്ന കാലുകൾ വലിച്ചു വെച്ച് ഓടാൻ ശ്രമിച്ചു. പിന്നിലായി ജീപ്പും. ഒരു നിയോഗം പോലെ നിയുക്തമായൊരു സ്ഥലത്തേക്ക് ജെയിംസ് ഊട്ടിയെ നയിക്കുകയായിരുന്നു ജീപ്പ്. അതെ, അപ്പോഴയാൾ ചലിച്ചുകൊണ്ടിരുന്നത് ചതുപ്പിനു നേരെയായിരുന്നു. ഉണ്ണിമായയെ കൊന്നു ചവിട്ടി താഴ്ത്തിയ ചതുപ്പിനു നേരെ. കത്തിച്ച നിലവിളക്കിനു മുന്നിൽ ധ്യാനമഗ്നനായിരിക്കുന്നു രാജശേഖരൻ. മിഴികൾ പാതി അടഞ്ഞിരുന്നു. ചുണ്ടുകളിലൂടെ നിരന്തരമായി ഹനുമാൻ മന്ത്രം ഒഴുകിയെത്തി. മനസ്സേകാഗ്രമാക്കി അകക്കണ്ണ് സ്വാമിയെ തേടി. ക്രമേണ ഒരു ചതുപ്പ് രാജശേഖരന്റെ മനസ്സിൽ തെളിഞ്ഞു. ഒറ്റ നോട്ടത്തിൽ പച്ചപ്പുല്ല് പറന്നു കിടക്കുകയാണെന്നേ തോന്നും. അതിനു നടുവിലേക്ക് വന്ന് അവസാനിക്കുന്ന വീതി കുറഞ്ഞ പാത. പാതയിലൂടെ ഒരു ഭ്രാന്തനെ പോലെ പായുന്ന രൂപത്തെ രാജശേഖരൻ തിരിച്ചറിഞ്ഞു. മേടയിൽ അറിയിച്ചെന്റെ മകൻ ജെയിംസ് ഊട്ടി. അയാളുടെ കാലടികൾക്ക് അധികം പിന്നിലല്ലാതെ ഇഴഞ്ഞു നീങ്ങുന്ന ജീപ്പ്. അതിനും പിന്നിലായി ജനക്കൂട്ടം. ജെയിംസ് ഊട്ടി ഏതാനും ചുവടുകൾ കൂടി വെച്ചതോടെ കാലുകൾ ചെളിയിൽ ഉറഞ്ഞു തുടങ്ങി. അയാൾ കാലുകൾ ഉയർത്താൻ ശ്രമിച്ചു. മുട്ടോളം മൂടിയ ചെളിയിൽ നിന്ന് കാലുയർത്താനാകാതെ അയാൾ നിന്ന് കിതച്ചു. ചുറ്റും ചതുപ്പ് അയാളെ വിഴുങ്ങാൻ വാ പിളർന്നു കിടന്നു. ഇഞ്ചിഞ്ചായി അയാൾ ചതുപ്പിലേക്ക് താണു തുടങ്ങി.
അഴുകിയ ഗന്ധം ചതുപ്പിനുമേൽ അദൃശ്യമായൊരു ആവരണമായി പുതഞ്ഞു കിടന്നു. ഇടയ്ക്കിടെ എങ്ങു നിന്നെന്നറിയാതെ കടന്നു വന്ന ജീവസുറ്റ കാറ്റ് ദുർഭൂതം കണക്കെ പൊതിഞ്ഞിരുന്ന ആ ആവരണത്തെ വലിച്ചു മാറ്റാൻ ശ്രമിച്ച് പിൻവാങ്ങിക്കൊണ്ടിരുന്നു. പുതഞ്ഞു മറയുന്ന ചതുപ്പിൽ നിന്നും കരകയറാൻ ജെയിംസ് ഊട്ടി തിടുക്കപ്പെട്ടു. ഓരോ തവണ പിടഞ്ഞു മാറാൻ ശ്രമിക്കും തോറും ഇഞ്ചിഞ്ചായി താഴുകയാണ്. ശത്രുക്കളാരോ തന്റെ കാലുകളിൽ പിടിച്ച് താഴേക്ക് വലിക്കുകയാണെന്നൊരു തോന്നൽ. പുൽനാമ്പുകളിൽ എത്തിപ്പിടിച്ച് വലിഞ്ഞു കയറാൻ അയാൾ ശ്രമിച്ചു. വേരറ്റ് പറഞ്ഞു പോന്ന പുൽനാമ്പുകൾ കൈകളിൽ ഞെരിഞ്ഞു. അരയോളം ചതുപ്പിൽ പുതഞ്ഞു കഴിഞ്ഞു. ചതുപ്പിനിടയിൽ മറഞ്ഞു കിടന്ന ക്രൂരനായ ശത്രു ഉതിർക്കുന്ന നിശ്വാസം പോലെ ഇടയ്ക്കിടെ അടിത്തട്ടിൽ നിന്നുയരുന്ന വായുകുമിളുകൾ തനിക്ക് ചുറ്റും അസുഖകരമായ ശബ്ദത്തോടെ പൊട്ടിച്ചിതറുന്നത് അയാൾ അറിഞ്ഞു. അപ്പോഴുയരുന്ന രൂക്ഷഗന്ധം അയാളുടെ ബോധധാരയെ തന്നെ മരവിപ്പിച്ചു. രക്ഷപ്പെടാൻ കഴിയാത്തൊരു കുരുക്കിലാണ് താൻ. ഒരു കൂറ്റൻ പെരുമ്പാമ്പിനെ പോലെ ചതുപ്പ് തന്നെ അല്പാൽപമായി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചെളിക്കുണ്ടിന്റെ ഭീതിതമായ ഇരുണ്ട ഗുഹരത്തിൽ നിന്ന് അലിഞ്ഞില്ലാതാകാനാണോ തന്റെ വിധി? കടുത്ത നിസ്സഹായതയോടെ ജെയിംസൂട്ടി അലറിക്കരഞ്ഞു. അതിന്റെ അലയൊലികൾ ചതുപ്പിനുമേൽ അലിഞ്ഞില്ലാതായപ്പോൾ അകലെ നിൽക്കുന്ന ജനക്കൂട്ടത്തിന്റെ ശബ്ദകോലാഹലങ്ങൾ ജെയിംസൂട്ടിയുടെ ചെവിയിലെത്തി. കുറുകിയ ചെളിയിൽ പാതി വട്ടം കറങ്ങി അയാൾ പിന്നിലേക്ക് നോക്കി. ആദ്യം അവന്റെ കണ്ണിൽപ്പെട്ടത് ഏതാണ്ട് 10 അടി അകലെ കിടക്കുന്ന തന്റെ ജീപ്പാണ്. അതിനപ്പുറം അകലെ എന്ത് ചെയ്യണമെന്നറിയാതെ ബഹളം വെക്കുന്ന ജനക്കൂട്ടം. ഏതു നേരവും വിഴുങ്ങാവുന്ന ചതുപ്പിലേക്ക് ഇറങ്ങാൻ ഭയന്നു നിൽക്കുകയാണവർ. ജെയിംസൂട്ടി വീണ്ടും ജീപ്പിലേക്ക് തന്നെ ശ്രദ്ധിച്ചു. മരണത്തിന്റെ വായിലേക്ക് തന്നെ കൊണ്ടുവന്നത് ഈ ജീപ്പാണ്. ഇപ്പോഴെന്തേ അത് നിശ്ചലമായി? പെട്ടെന്നാണ് അയാളുടെ ദൃഷ്ടിയിൽ ആ കാഴ്ചപ്പെട്ടത്. ജീപ്പ് ചതുപ്പിലേക്ക് താണുകൊണ്ടിരിക്കുകയാണ്. തന്നേക്കാൾ വേഗത്തിലാണ് ജീപ്പ് താണുകൊണ്ടിരിക്കുന്നതെന്നും ജെയിംസൂട്ടി കണ്ടു. ഒരു പക്ഷേ ജീപ്പിനെ തന്റെ പിന്നാലെ നയിച്ചു കൊണ്ടുവന്ന ആ അദൃശ്യ ശക്തി ജീപ്പിനെ ചതുപ്പിലേക്ക് മുക്കി താഴ്ത്തുന്നതായിരിക്കുമോ? ജെയിംസൂട്ടി ജീപ്പിലേക്ക് തന്നെ വിളറിപ്പൂണ്ട മിഴികൾ പായിച്ചു. ഇല്ല, അത്തരം ഏതെങ്കിലും ശക്തിയുടെ സാന്നിധ്യമുള്ളതിന്റെ ലക്ഷണമില്ല. എന്നാൽ അസാമാന്യ വേഗതയിലാണ് ജീപ്പ് താണുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രം ജെയിംസൂട്ടി മനസ്സിലാക്കി. ഇപ്പോൾ അതിന്റെ ടയറുകൾ പൂർണ്ണമായും മൂടി. മുന്നിലെ നമ്പർ പ്ലേറ്റുമൊക്കെ അപ്രത്യക്ഷമായി കഴിഞ്ഞു. പാതി മുറിച്ചു നിർത്തിയ ഒരു ജീപ്പാണെന്നേ തോന്നുന്നു. തന്റെ അരഭാഗം ചതുപ്പിൽ താണുകഴിഞ്ഞതായി പെട്ടെന്ന് അയാൾ മനസ്സിലാക്കി. ശരീരം കൂടുതൽ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. അരയ്ക്ക് മേൽപോട്ടുള്ള ഭാഗത്തായി നേർത്ത തണുപ്പ് തോന്നി. ഇരുവശങ്ങളിലേക്കും ആഞ്ഞു തുഴഞ്ഞു നീന്താനെന്നവണ്ണം ജെയിംസൂട്ടി തന്റെ കൈകൾ വീശി. അപ്പോൾ അകലെ ജനക്കൂട്ടത്തിൽ നിന്ന് ആരോ വിളിച്ചു പറയുന്നത് കേട്ടു. ജെയിംസൂട്ടി, അനങ്ങല്ലേ, ദേഹം അനങ്ങിയാൽ വേഗം താഴും. അയാളത് കേട്ടതായി ഭാവിച്ചില്ല. എങ്ങനെയും രക്ഷപ്പെടണം. ആ വെപ്രാളത്തിലായിരുന്നു അയാൾ. ഇതിനകം ജീപ്പിന്റെ പകുതിയിലേറെ ചതുപ്പിൽ താണു കഴിഞ്ഞിരുന്നു. ഇരുവശങ്ങളിലൂടെയും വായുകുമിളുകൾ ഉയർന്നു. അല്പനിമിഷത്തിനുള്ളിൽ ജീപ്പ് പൂർണ്ണമായി ചതുപ്പിലാണ്ടു. ജീപ്പിന് മുകളിൽ ചതുപ്പ് മണൽ വീണ്ടും വന്നടിഞ്ഞ് നിശ്ചലമായി. അകലെ ജനക്കൂട്ടം വിഭ്രാന്തിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത് ജെയിംസൂട്ടിയുടെ കണ്ണിൽപ്പെട്ടു. രക്ഷപ്പെടാനാവാത്ത വിധം അയാൾ കുരുങ്ങിക്കഴിഞ്ഞു. കഴുത്തുവരെ ചതുപ്പ് വിഴുങ്ങിത്തീർന്നു. ഇനി ഏതാനും ഇഞ്ചുകൾ കൂടി കഴിഞ്ഞാൽ ചതുപ്പിന് മുകളിൽ അടിഞ്ഞുകിടന്ന അഴുകിയ ഗന്ധം ജെയിംസൂട്ടിയുടെ നാസാരന്ധ്രങ്ങളിലേക്ക് അടിച്ചു കയറി. അബോധാവസ്ഥയുടെ വക്കോളം എത്തിക്കഴിഞ്ഞു അയാൾ. മനസ്സിന് മുകളിൽ ഒരു വെളുത്ത പാട വന്നു വീണതുപോലെ ചിന്തയിലുള്ളതെല്ലാം തെളിമ നഷ്ടപ്പെട്ട് അവ്യക്തമാക്കുന്നത് അയാൾ അറിഞ്ഞു. രക്ഷയുടെ അവസാന ശ്രമമെന്നോണം മുകളിൽ ഉയർന്നു നിന്ന അയാളുടെ കൈകൾ വായുവിൽ ഒരു പിടിവള്ളിക്ക് വേണ്ടി വ്യർത്ഥമായി തിരഞ്ഞു. തൽക്ഷണം ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ചുഴറ്റിയെറിഞ്ഞ ഒരു കയറിന്റെ തലപ്പ് ജെയിംസൂട്ടിയുടെ വിരലുകൾക്കിടയിൽ കുരുങ്ങി. സുബോധത്തിന്റെ അവസാന കണികയും മനസ്സിൽ നിന്ന് അഴിഞ്ഞു പോകവേ അവശേഷിച്ച മുഴുവൻ ശക്തിയും സമാഹരിച്ച് അയാൾ ആ കയർത്തുമ്പിൽ പിടിമുറുക്കി. പുറത്ത് അക്ഷമനായി നിൽക്കുകയായിരുന്നു ശേഖരമേനോൻ. തൊട്ടടുത്ത് വാസുദേവമേനോനുമുണ്ട്. കാത്തുനിൽപ്പ് അധിക നേരം വേണ്ടി വന്നില്ല. പൂജാമുറിയുടെ വാതിൽ തുറന്ന് രാജശേഖരൻ പുറത്തേക്ക് വന്നു. ദൃഢവും ഏകാഗ്രവുമായ നീണ്ട പൂജാകർമ്മങ്ങളുടെ പ്രതിഫലനം ആ മുഖത്ത് കാണാനുണ്ട്. ഏതാനും ആഴ്ചകൾ കൊണ്ട് രാജശേഖരന് ഒരു 10 വയസ്സെങ്കിലും കൂടിയ പ്രതീതി. ശരീരം ഒട്ടൊന്നു ചടച്ചു. നെറ്റിയിൽ ചുളിവുകളേറി. പക്ഷേ ആ മിഴികളുടെ തിളക്കം 10 മടങ്ങ് വർദ്ധിച്ചു. അഗ്നിത്തുണ്ടുകൾ പോലെ തിളങ്ങുകയാണ് ആ മിഴികൾ. ഏതു കഠിനഹൃദയന്റെയും മനസ്സിന്റെയും ആഴങ്ങളിലേക്ക് തുളച്ചു കയറാൻ കെൽപ്പുള്ള മൂർച്ചയേറിയ ദൃഷ്ടി രാജശേഖരന് കൈവന്നു. രാജശേഖരന്റെ തപോഗുണം എത്രത്തോളമുണ്ടെന്ന് മേനോൻ മനസ്സിലാക്കി. മേനോനെ കണ്ടപാട് രാജശേഖരന്റെ മുഖത്ത് വലിഞ്ഞു മുറുകി നിന്ന പേശികൾ അയഞ്ഞു. ഒരു നേർത്ത പുഞ്ചിരി ആ കരുവാളിച്ച ചുണ്ടുകളിൽ ദൃശ്യമായി.
മേനോൻ എപ്പോഴെത്തി? ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ കുഞ്ഞെ, ശേഖരമോനോൻ തിടുക്കത്തിൽ ആരാഞ്ഞു. കുഞ്ഞെ, മേടയിൽ ജെയിംസ് കുട്ടിയെ ജീപ്പ് കൊല്ലാൻ ചെന്നെന്ന്. ശേഖരമോനോനെ തുടരാൻ അനുവദിക്കാതെ രാജശേഖരൻ കൈ ഉയർത്തി വിലക്കി. എന്നിട്ട് പറഞ്ഞു, അതെ, ഒക്കെ ശരി തന്നെ. എല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യിച്ചതാ, എൻ്റെ ഇഷ്ടമൂർത്തിയെക്കൊണ്ട്, ഹനുമാൻ സ്വാമിയെക്കൊണ്ട്. എന്നിട്ട് നാട്ടുകാരൊക്കെ കൂടി അവനെ ചെളിയിൽ നിന്ന് പൊക്കിയെടുത്ത് ആശുപത്രിയിലാക്കിയെന്നാ കേട്ടത്. കേട്ടപാടെ ഞാൻ ഇങ്ങോട്ടോടി. ആളില്ലാത്ത ജീപ്പ് തനിയെ വന്നവനെ ഇടിക്കുകയായിരുന്നത്രേ. അതെ, ഹനുമാൻ സ്വാമിയെ കൊണ്ട് ഞാൻ ചെയ്യിച്ചത് തന്നെയാ അത്. കൊല്ലാതെ വിട്ടതും മനഃപൂർവ്വമാ. എൻ്റെ മൂർത്തി ഭയപ്പെടുത്തുകയല്ലാതെ ദുഷ്കൃത്യങ്ങൾക്ക് കൂട്ടുനിൽക്കില്ല. ഞാൻ അതിന് പ്രേരിപ്പിച്ചാൽ മൂർത്തി എന്നെ കൈവിട്ടു പോകും. അതുകൊണ്ട് മാത്രം അവൻ രക്ഷപ്പെട്ടു. ഒരു നിമിഷം നിർത്തി രാജശേഖരൻ തുടർന്നു. എൻ്റെ പൂജ മുടക്കാൻ അവൻ ശ്രമിച്ചു. അതിൻ്റെ തിരിച്ചടി മാത്രമാണിത്. ഇതുകൊണ്ട് അവനൊരു പാഠം പഠിക്കും. ഇനി ഇങ്ങോട്ട് നേരിട്ട് എതിരിടാൻ അവന് ധൈര്യമുണ്ടാവില്ല. മോനെ, ആദ്യമായി വാസുദേവമേനോൻ ശബ്ദമുയർത്തി. ദുഷ്കർമ്മം ചെയ്യുന്നവൻ്റെ ആത്മാവ് ഗതി പിടിക്കില്ലെന്നാ പഴമക്കാർ പറയുന്നത്. എൻ്റെ മോൻ കുടുംബത്തിന് ശാപം വരുത്തി വെക്കരുത്. നേഴ്വറി മാത്രം സ്വീകരിച്ചാൽ മതി. അതാ അച്ഛന് ഇഷ്ടം. അച്ഛാ, നാട്ടിൽ നമ്മുടെ തറവാടിനുള്ള നിലയും വിലയും എനിക്കറിയാം. മന്ത്രവിധികൾ ആരംഭിക്കും മുമ്പ് മരിച്ചുപോയ തറവാട്ടുകാരന്മാരുടെ ആത്മാക്കളോട് ഞാൻ അനുഗ്രഹം വാങ്ങിയിരുന്നച്ച നേർവഴി കാട്ടി തരണമേ എന്നും ദേവിയോട് പ്രാർത്ഥിക്കും. ഞാൻ തെറ്റിലേക്ക് നീങ്ങില്ലച്ച. അത് മതി മോനെ. വിജയം എന്നും നേർവഴിക്ക് നീങ്ങുന്നുള്ളവർക്കാണ് അന്ന് ഓർത്തോളൂ. എന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ രാജശേഖരന് തൻ്റെ ദൃഢനിശ്ചയത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. അത്തരമൊരു രൂക്ഷമായ നീക്കമാണ് ശത്രുപക്ഷത്തു നിന്നുണ്ടായത്. രാജശേഖരനോ ഒരുപക്ഷെ ശത്രുക്കൾക്ക് തന്നെയോ പ്രവചിക്കാൻ കഴിയാത്ത പ്രത്യാഘാതങ്ങളാണ് ഉണ്ടായത്. കാറ്റും കോളും കൊണ്ട കടൽ പോലെ പ്രക്ഷുബ്ധമായിരുന്നു വറീച്ചൻ്റെ മനസ്സ്. മേടയിൽ തറവാടിൻ്റെ പൂമുഖത്ത് തലങ്ങും വിലങ്ങും അയാൾ തൻ്റെ കുറിയ കാലുകൾ വലിച്ചു നീട്ടി. ഗ്രാമത്തിൻ്റെ കിരീടം ചൂടാത്ത രാജാവാക്കുകയായിരുന്നു തൻ്റെ ലക്ഷ്യം. അതിനാണ് വലിയ വീട്ടിൽ തറവാട് കൈവശപ്പെടുത്തിയത്. എത്ര പരിശ്രമിച്ചിട്ടും മനുഷ്യന് നിരക്കാത്തത് ചെയ്തിട്ടുമാണ് അക്കാര്യം സാധിച്ചത് തന്നെ. ലക്ഷ്യം മാത്രമായിരുന്നു മുന്നിൽ. എല്ലാം ഉള്ളം കയ്യിലെന്ന വണ്ണം ഒത്തുവന്നതുമാണ്. എവിടെയാണ് പിഴച്ചത്? പറക്കുന്നതിന് കിട്ടിയതുമില്ല, കയ്യിലിരുന്നത് പറക്കുകയും ചെയ്തു എന്ന് പറഞ്ഞതുപോലെയായി അവസ്ഥ. നാളുകൾ കൊണ്ട് താനുണ്ടാക്കിയെടുത്ത അല്പമാത്രമായ പേരും പെരുമയും പോലും കാൽ കീഴിൽ കൂടി ചോർന്നു പോയിരിക്കുന്നു. വലിയ വീട്ടിൽ തറവാട്ടിൽ ഒരു ദിവസം കഴിയാൻ പറ്റിയില്ലെന്ന് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഏതോ അമാനുഷിക ശക്തി വലിയ വീട്ടിൽ തറവാട്ടിൽ കുടികൊള്ളുന്നുണ്ടെന്നും അതാണ് തങ്ങളെ പട്ടിയെപ്പോലെ ആട്ടി ഓടിച്ചതെന്നും കർണാകണ്ണിയ നാട് മുഴുവനും എത്തി. അപവാദത്തിന്റെ കൂരമ്പുകൾ തൻ്റെ നേരെ എയ്തു കഴിഞ്ഞു. അപമാനത്തിന്റെ രക്താഭിഷേകം കൊണ്ടേ അത് അവസാനിക്കും. ശത്രുക്കളുടെ നടുവിൽ താൻ ഒറ്റപ്പെട്ടതായി വറീച്ചന് തോന്നി. വികാരിയച്ഛൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ വറീച്ചന്റെ മനസ്സിൽ തികട്ടി വന്നു. അച്ഛൻ പറയുകയായിരുന്നു, വറീച്ച, ഞാൻ തുറന്നു പറയുന്നതിൽ വിഷമം തോന്നരുത്. വറീച്ചൻ്റെയും കുടുംബത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ ഈ പറയുന്നത്. അച്ഛൻ എന്താ പറഞ്ഞു വരുന്നത്? ഇതൊക്കെ എൻ്റെ കുഴപ്പം കൊണ്ടുണ്ടായതാണെന്നാണോ അച്ഛൻ പറയുന്നത്? അക്ഷമനായ വറീച്ചൻ നീരസത്തോടെ ആരാഞ്ഞു. ആ ശബ്ദത്തിലെ കാർക്കശ്യം അച്ഛൻ തിരിച്ചറിഞ്ഞു. ഇടവകയിലെ ഏറ്റവും പണക്കാരനായ വ്യക്തിയാണ് വറീച്ചൻ. ഇടവകയുടെ സാമ്പത്തിക പരാധീനതകളെല്ലാം പ്രധാനമായും പരിഹരിക്കുന്നത് വറീച്ചനിലൂടെയാണ്, പള്ളിക്കപ്പൻ്റിയിലെ പ്രധാനി. ഇതൊക്കെയാണെങ്കിലും സത്യം തുറന്നു പറയാതിരിക്കുന്നത് ആത്മവഞ്ചനായിരിക്കുമെന്ന് അച്ഛന് തോന്നി. വറീച്ച, നീതി ചെയ്യുന്നവനെ നീതി ലഭിക്കൂ. ദൈവത്തിന് നിരക്കാത്തത് ചെയ്യരുത്. വിതച്ചതല്ലേ കൊയ്യാൻ പറ്റുമോ വറീച്ച? അപ്പോൾ അച്ഛനും ശത്രുപാളയത്തിലാണ് അല്ലേ? വറീച്ചൻ്റെ മിഴികൾ കത്തുകയായിരുന്നു. ആൾക്കൂട്ടത്തിൽ വെച്ച് നഗ്നനാക്കപ്പെട്ടതുപോലെ വറീച്ചന് തോന്നി. അല്ല വറീച്ച, അച്ഛൻ സൗമ്യതയോടെ മറുപടി നൽകി. വറീച്ചനും കുടുംബവും സാത്താൻ്റെ പാളയത്തിൽ ചെന്നുപെടാതിരിക്കാൻ പറഞ്ഞെന്നേ ഉള്ളൂ. വേദവാക്യങ്ങളിൽ അല്പം കൂടി മുറുകെ പിടിച്ച് ജീവിക്കാൻ നോക്കൂ വറീച്ച. എല്ലാവർക്കും അതല്ലേ നല്ലത്? വറീച്ചന് അത് സഹിക്കാവുന്നതിലും അപ്പുറമായി കഴിഞ്ഞിരുന്നു. അയാൾ ചോദിച്ചു, ഇപ്പോൾ വറീച്ച മോശക്കാരനായി അല്ലേ അച്ചോ? ദൈവകൽപ്പന അനുസരിക്കാത്തവനുമായി. ചെയ്ത പാപമെല്ലാം കുമ്പസാരം നടത്തുമ്പോൾ ഞാൻ ഏറ്റു പറഞ്ഞോളാം. അച്ഛൻ ചെല്ല്. ആ പിന്നെ അടുത്ത പള്ളിപ്പിരിവിന് ഇറങ്ങുമ്പോൾ മേടയിൽ വറീച്ചിനെ തന്നെ വേണം ആദ്യം കാണാൻ, കേട്ടല്ലോ? വറീച്ചിന്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന കടുത്ത പരിഹാസവും അമർഷവും അച്ഛന് മനസ്സിലായി. കഴുക്കോലിന്റെ ചുറ്റിൽ തൂക്കിയിട്ടിരുന്ന കുട എടുത്തിയെടുത്ത് നടന്നിറങ്ങുമ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ ഇറങ്ങുന്നു വറീച്ച. പറഞ്ഞത് നിന്റെ നന്മയ്ക്കാണെന്ന് കരുതിയാൽ മതി. നിനക്കും നിന്റെ കുടുംബത്തിനും നല്ലത് വരട്ടെ. അച്ഛൻ പടിയിറങ്ങി പോകും തോറും
വറീച്ചൻ്റെ മനസ്സ് കൂടുതൽ പുകയാൻ തുടങ്ങി. അച്ഛൻ ഇത്രയൊക്കെ പറയണമെങ്കിൽ നാട്ടുകാരൊക്കെ എന്തൊക്കെയായിരിക്കും മേടയിൽ വറീച്ചനെ കുറിച്ച് പറയുന്നത്. ഛേ, തൻ്റെ സ്വപ്ന സൗധങ്ങളെല്ലാം ചുറ്റും തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് അയാൾ അറിഞ്ഞു. അപ്പാ, പിന്നിൽ നിന്നൊരു വിളി കേട്ട് വറീച്ചൻ തിരിഞ്ഞു നോക്കി. ജെയിംസൂട്ടിയാണ്. ആശുപത്രിയിൽ നിന്നിറങ്ങിയിട്ട് 2 ദിവസമാവുന്നതേയുള്ളൂ. അന്നത്തെ ആ സംഭവം അവനെ ആകെ മാറ്റിക്കളഞ്ഞിരിക്കുന്നു. ആകെ ചടച്ചുപോയി. ഒറ്റയടിക്ക് ഒരു 5 വയസ്സ് കൂടിയതുപോലെ. നടപ്പ് പോലും സ്വല്പം മന്ദഗതിയിലായിരിക്കുന്നു. എന്നാൽ മനസ്സ് മുഴുവൻ കാഠിന്യമേറിയിരിക്കുകയായിരുന്നുവെന്ന് അല്പനേരത്തിനുള്ളിൽ വറീച്ചന് മനസ്സിലായി. അപ്പാ, വന്നതൊക്കെ വന്നു. ആരെയും പഴിച്ചിട്ടും ശപിച്ചിട്ടും കാര്യമില്ല. ഇനി വന്നതിന് ശേഷം നോക്കുക, അത്ര തന്നെ. നീ പറയുന്നത്? വറീച്ചൻ സംശയാലുവായി. യുദ്ധം തുടങ്ങിയത് നമ്മളല്ലേ. ഇനി പിൻവാങ്ങാൻ പറ്റില്ല. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കണം. ദൃഢനിശ്ചയത്തോടെ ജെയിംസൂട്ടി പറഞ്ഞു. അതെങ്ങനെയാടാ മോനെ? ആ മേനോന്റെ മകൻ മന്ത്രം പഠിച്ചിരിക്കുകയല്ലേ. അവന്റെ മന്ത്രമല്ലേ നമ്മെ ഈ പരുവത്തിലാക്കിയത്. മാർത്ത എന്തെങ്കിലും ചെയ്യാമെന്ന് പറയാനാ ഞാൻ അച്ഛനെ വിളിച്ചത്. അച്ഛൻ കുറെ ഉപദേശവും തന്ന് ഇറങ്ങിപ്പോയി. ഇനി എന്നാ ചെയ്യാനാ? ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. ആ മന്ത്രവാദിയുടെ കൈയും കാലും വെട്ടണം. അതിനുള്ള വഴിയൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ജെയിംസുട്ടിയുടെ കരുവാളിച്ച മുഖത്ത് പേശുകൾ വലിഞ്ഞു മുറുകി. രാജശേഖരനോട് പകവീട്ടണം. അതുമാത്രമാണ് എൻ്റെ മനസ്സിൽ. നാട്ടുകാരുടെ മുന്നിൽ മേടയിൽ വറീച്ചൻ്റെ മകൻ ജെയിംസൂട്ടിയെ ഒന്നുമല്ലാതാക്കി തീർത്തത് ആ രാജശേഖരൻ ഒറ്റൊരുത്തനാണ്. അവനെ തകർക്കണം. അതിനുള്ള പൊരുളുകൾ തേടി കഴിഞ്ഞ ദിവസമായി അലയുകയായിരുന്നു അയാൾ. ജെയിംസൂട്ടി, അവൻ്റെ മന്ത്രശക്തി എത്രത്തോളം ഉണ്ടെന്ന് അനുഭവിച്ചറിഞ്ഞല്ലേ നീ? ഇനിയും ഒരു സാഹസത്തിന് മുതിരണോ? വറീച്ചൻ ആശങ്കയോട് ചോദിച്ചു. മകന്റെ മനസ്സിലിരിപ്പ് അറിയുകയായിരുന്നു അയാളുടെ ഉന്നം. എന്തോ അവൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അല്ലാതെ അവൻ ഇത്ര ഉറപ്പ് പറയില്ല. അവന്റെ മന്ത്രശക്തി! ഫൂ! ജെയിംസൂട്ടി ഒന്ന് കാറി തുപ്പിയ ശേഷം തുടർന്നു. അവൻ എന്തു തരം മന്ത്രമാണ് ചെയ്യുന്നതെന്ന് ഞാൻ രഹസ്യമായി അന്വേഷിച്ചറിഞ്ഞു. ഹനുമാനെയാണ് അവൻ സേവിക്കുന്നത്. ഹനുമാനാണ് അവന്റെ ഉപാസനാമൂർത്തി. ആ ഹനുമാനെ നിർവാര്യമാക്കിയാൽ സംഗതി എളുപ്പം. അതെങ്ങനെ? ഹനുമാൻ സർവശക്തനാണെന്നത് ശരി തന്നെ. എന്നാൽ ഹനുമാൻ ഭയപ്പെടുന്ന ആരാധിക്കുന്ന മറ്റൊരു ശക്തിയുണ്ട്, രാമൻ. ആ രാമനെ സ്തുതിച്ച് ഹനുമാനെ അശക്തനാക്കാൻ ഞാൻ ഒരു മന്ത്രവാദിയെ ഏർപ്പാടാക്കി കഴിഞ്ഞപ്പ. ജെയിംസൂട്ടി നിറഞ്ഞ സംതൃപ്തിയോടെ അപ്പനു നേരെ നോക്കി. ഈ ലോകത്തിലെ സർവ്വ ദുരിതങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയ ഭാവത്തിലായിരുന്നു അയാൾ. നേരത്തെ സിദ്ധനെ പോലെ അടികൊണ്ട് കരയാനാകുമോ ഈ മന്ത്രവാദിയുടെയും വിധി? ഈ അപ്പൻ എന്നും ഇങ്ങനെയാ, എന്തിനും സംശയം. അപ്പ മുതുമല സ്വാമി എന്ന് കേട്ടിട്ടുണ്ടോ? ഈ 7-14 ലോകം കൈവെള്ളയിലിട്ട് കറക്കുമെന്ന കേട്ടത്. അത്ര കേമനാണത്രേ മുതുമല സ്വാമി. ഇന്നലെ ഞാൻ സ്വാമിയെ കാണാൻ പോയിരുന്നു. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കേട്ട ശേഷം രാമമന്ത്രം ജപിച്ച് ഹനുമാനെ ഒതുക്കി തരാമെന്നും പരിഹാരവും നിർദ്ദേശിച്ചത് സ്വാമിയാണ്. വലിയ വീട്ടിൽ തറവാട്ടിൽ തന്നെ പൂജ തുടങ്ങാനുള്ള ഒരുക്കങ്ങൾ ഞാൻ നടത്തി കഴിഞ്ഞപ്പ. മകന്റെ പദ്ധതിയെപ്പറ്റി വറീച്ചൻ തലങ്ങും വിലങ്ങും ആലോചിച്ചു. കൊള്ളാം, ഇത്തവണ അവൻ ഒതുക്കിയത് തന്നെ. രാമന്റെ മുന്നിൽ ഹനുമാൻ മുട്ടുനിർത്തുകയില്ലെന്നല്ലേ കേട്ടിട്ടുള്ളത്. അപ്പോൾ കാര്യം ഭംഗിയായി. പിന്നെയുള്ള ഒരേ ഒരു പ്രശ്നം പള്ളിയിൽ നിന്നാണ്. പള്ളി കമ്മിറ്റിയിൽ പോലുമുള്ള താൻ മന്ത്രവാദം നടത്തിക്കുകയാണെന്നറിഞ്ഞാൽ ആകെ ബഹളമാവും. അതും ഒതുക്കി തീർക്കാവുന്നതേ ഉള്ളൂ. ഏറെ ദിവസങ്ങൾക്ക് ശേഷം വറീച്ചന്റെ മനസ്സൊന്ന് തണുത്തത് അന്നായിരുന്നു. അന്ന് രാത്രി തന്നെ അതിവിശാലമായ വലിയ വീട്ടിൽ തറവാടിന്റെ ഒത്ത മധ്യത്തിൽ പ്രത്യേകമായി കെട്ടിയുയർത്തിയ പൂജാപീഠത്തിൽ മുതുമല സ്വാമി ആസനസ്ഥനായി. ശ്രീരാമ മന്ത്രത്തിന്റെ ശീലുകൾ ആ പടുവൃതന്റെ ചുണ്ടിലൂടെ ഒഴുകി. പച്ചപ്പട്ട് വാരി വിധിച്ചതുപോലെ വിടർന്നു കിടക്കുന്ന ഗ്രാമം. അതിന്റെ അങ്ങേ തലക്കിലായിരുന്നു ദേവീക്ഷേത്രം. ഒരു കാലത്ത് ശക്തിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായി കരുതി പരിപാലിച്ചിരുന്ന ആ ക്ഷേത്രം ഇന്ന് അനാഥമായി കാടും പടലവും മൂടിക്കിടക്കുന്നു. ഒരിക്കൽ ഗ്രാമത്തിന്റെ ചൈതന്യമായിരുന്ന ദേവീക്ഷേത്രം, ഗ്രാമത്തെ മുഴുവൻ ആഹ്ലാദം കൊണ്ട് ആറാടിച്ചിരുന്ന ക്ഷേത്രോത്സവ നാളുകളിലാണ് ഈ ദയനീയ തകർച്ചയുടെ ആരംഭം. ക്ഷേത്രത്തിലെ സ്ഥാനികളായിരുന്ന കുടുംബക്കാർ തമ്മിലുള്ള തർക്കം കൂട്ടക്കൊലയിലാണ് അവസാനിച്ചത്. അതും ദേവിയുടെ തിരുനടയിൽ തന്നെ. അശുദ്ധമായ ക്ഷേത്ര പരിസരം ശുദ്ധികർമ്മങ്ങളിലൂടെ പുനരുദ്ധരിക്കാൻ പോലും ആ കുടുംബത്ത് ആരുമില്ലാതെ പോയി. ക്രമേണ ദേവിയെ ജനങ്ങളും കൈവിട്ടു. നേരം സന്ധ്യയായിരുന്നു. ശശികലയും അമ്മയും നടപ്പിന് വേഗം കൂട്ടി. കരുതിയതിലും കൂടുതൽ താമസിച്ചു പോയിരിക്കുന്നു. വീട് പറ്റണമെങ്കിൽ ഗ്രാമത്തിന്റെ അങ്ങേ അറ്റത്തെത്തണം. വേഗം വാ അമ്മേ, ഇരുട്ടിന് കട്ടികൂടും മുമ്പ് വീട്ടിലെത്തണം. എനിക്ക് ആകെ പേടിയാകുന്നു. ആഞ്ഞു നടക്കുന്നതിനിടയിൽ ശശികല ചുറ്റുമൊന്ന് നോക്കിയിട്ട് പറഞ്ഞു. എന്തു പറയാനും മോളെ, ദേവീനടയിൽ വിളക്ക് വെച്ചിറങ്ങിയപ്പോഴല്ലേ ആ പാർവതിക്കാരനെ കണ്ടത്. തലമുറകളായി അവർ നമ്മുടെ കുടിയന്മാരായിരുന്നു.
കഥകളും പഴങ്കഥകളും പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. മകൾക്കൊപ്പം എത്തിപ്പെടാൻ തത്രപ്പെട്ട് അവർ പറഞ്ഞു. പെട്ടെന്ന് അവിടെ അടുത്തു നിന്ന് എവിടുന്നോ ചുള്ളിക്കമ്പൊടിക്കുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു. കരിയിലകളും ഞെരിഞ്ഞമർന്നു. ശശികല വീണ്ടും ഭയപ്പാടോടെ ചുറ്റും നോക്കി. തൊട്ടടുത്തുള്ള മരങ്ങളും ഒരാൾപ്പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന കുറ്റിക്കാടുകളുമല്ലാതെ മറ്റൊന്നും ആ മങ്ങിയ വെളിച്ചത്തിൽ കാണാനില്ല. നിമിഷം ഞങ്ങൾക്ക് ചുറ്റും ഇരുട്ടിന്റെ കട്ടി കൂടുകയാണെന്ന് ശശികല മനസ്സിലാക്കി. ഭയം കൊണ്ട് അവളുടെ ശരീരം വിറപൂണ്ടു, കാലുകൾ ഇടറി. ആ ഒറ്റടിയ പാതയിൽ മാത്രം നേരം നിന്നിട്ട് അവൾ കിതപ്പ് കൊണ്ട് അറിയിച്ചു, അമ്മേ, എന്തോ ശബ്ദം കേട്ടതുപോലെ എനിക്ക് ആകെ പേടിയാകുന്നു. ഓടിയെത്തി മകളെ അണച്ചു പിടിച്ച് തഴുകിക്കൊണ്ട് അമ്മ സമാധാനിപ്പിച്ചു. എൻ്റെ മോള് പേടിക്കണ്ട, അമ്മയില്ലേ കൂടെ. അപകടമൊന്നും വരുത്താതെ ദേവി കാത്തുകൊള്ളും. എൻ്റെ മോള് വേഗം നടക്ക്. 2-3 പറമ്പുകൾ കൂടി കഴിഞ്ഞാൽ ആൾപെരുമാറ്റമുള്ള സ്ഥലമായി. ദേവിയെ ധ്യാനിച്ച് നടന്നോളൂ മോളെ. ശശികലയ്ക്ക് എന്നിട്ടും പേടി മാറിയില്ല. അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നതായി അവളുടെ മനസ്സ് മന്ത്രിച്ചു. കണ്ണും കാതും 4 പാടും ചുഴറ്റി അമ്മയോടൊട്ടി അവൾ വിറയ്ക്കുന്ന പാദങ്ങൾ ചലിപ്പിച്ചു. അപകടത്തിന്റെ എന്തെങ്കിലും ലാഞ്ചനയ്ക്ക് വേണ്ടി അവൾ ഇരുട്ടിൽ ചെവിയോർത്തു. 5-6 പറമ്പുകൾക്ക് അപ്പുറത്തു നിന്ന് ഏതോ പട്ടി കുരയ്ക്കുന്ന ശബ്ദം മാത്രം കനത്ത നിശബ്ദതയെ ഭേദിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അത്യന്തം ഭീകരമായ എന്തിനെയോ കണ്ട് ഭയന്നിട്ടെന്ന വണ്ണം ദീനം മുങ്ങിക്കൊണ്ട് പട്ടി ഓടി അകലുന്നത് ശശികല മനസ്സിലാക്കി. അല്പനിമിഷത്തിനുള്ളിൽ ആ ശബ്ദവും ഇരുട്ടിൽ അലിഞ്ഞു ചേർന്നു. മരവിപ്പിക്കുന്ന മൂകത കൂടി ആയപ്പോൾ ശശികല ആകെ തളർന്നു. അനിവാര്യമായതെന്തോ നടക്കാൻ പോകുന്നതറിഞ്ഞ് അവളുടെ ഹൃദയം ത്രസിച്ചു. മോളെ, എൻ്റെ മോളെ, പേടിക്കാതെ വാ മോളെ. ശശികലയെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആ അമ്മ ദീനം കേണു. ദേവി, എൻ്റെ കുഞ്ഞിന് ആപത്തൊന്നും വരുത്തല്ലേ, കാത്തുകൊള്ളണേ ദേവി. അമ്മയുടെ പ്രാർത്ഥന നൽകിയ ആത്മവിശ്വാസവുമായി അവൾ ഏതാനും ചുവടുകൾ വെച്ചു. പെട്ടെന്ന് സമീപത്ത് എവിടെയോ നിന്ന് ചുള്ളിക്കമ്പൊഴിയുന്ന ശബ്ദം വീണ്ടും കേട്ടു. അതോടൊപ്പം തന്നെ കരിയിലകൾ ഞെരിഞ്ഞു പൊടിയുന്ന കിരിയിരുപ്പും. ശശികലയുടെ കാൽവിരൽ തുമ്പുകളിൽ നിന്ന് ഒരു അഗ്നിസ്ഫുരണം ഉടലെടുത്തു. നിമിഷം അത് വളർന്ന് തീജ്വാലകൾ പോലെ അവളെ പൊതിഞ്ഞു. ശരീരം മുഴുവൻ ആലില പോലെ വിറകൊള്ളാൻ തുടങ്ങി. ഭയം പൂർണ്ണമായും അവളെ കീഴ്പ്പെടുത്തി കളഞ്ഞു. കരിയിലകൾ ഞെരിയുന്നതും ചുള്ളിക്കമ്പുകൾ ഒടിയുന്നതുമായ ശബ്ദവിന്യാസങ്ങൾ ക്രമേണ കേൾക്കാൻ തുടങ്ങി. ആരൊക്കെയോ തങ്ങൾക്ക് ചുറ്റും തക്കം പാർത്ത് നടക്കുന്നുണ്ടെന്ന് ആ അമ്മയും മകളും മനസ്സിലാക്കി. ഉച്ചത്തിൽ ഒന്ന് അലറിക്കരയാൻ ശശികല വാ പിളർന്നു. അതേ നിമിഷം ഏതാനും ചുവടുകളെ അകലെ ഒരു കറുത്ത നിഴൽ ഒറ്റയടി പാതയിൽ പ്രത്യക്ഷപ്പെട്ടത് അവൾ വ്യക്തമായി കണ്ടു. ശബ്ദം തൊണ്ടയിൽ എവിടെയോ കുരുങ്ങിക്കിടക്കുന്നു. ശശികലയുടെ മോദമണ്ഡലം മരവിച്ചു. ശരീരം കുഴഞ്ഞു. നിലത്തേക്ക് ചായുന്ന മകളെ താങ്ങിപ്പിടിച്ച് സ്വന്തം ശരീരത്തോട് ഒട്ടിച്ചേർത്ത് അമ്മ വിറയാർന്ന ശബ്ദത്തിൽ ചോദിച്ചു, ആരത്? ആ രൂപം ഒരു ചുവട് മുന്നോട്ട് വെച്ചു. ശശികലയെയും താങ്ങി അമ്മ പിന്തിരിയാൻ ഭാവിച്ചു. പൊടുന്നനെ പിന്നാലെ ഇരുളിൽ നിന്നും മുളച്ചതുപോലെ പ്രത്യക്ഷപ്പെട്ട ഒരു കറുത്ത കൈപ്പത്തി അമ്മയുടെ മുഖം പൊതിഞ്ഞു. അപ്രതീക്ഷിത ആക്രമണത്തിൽ കൈകൾക്കിടയിലൂടെ ചോർന്നു പോയ പുന്നാരമോളെ എത്തിപ്പിടിക്കാൻ അമ്മ ശ്രമിച്ചു. എന്നാൽ അതിനു മുമ്പേ ആ കറുത്ത രൂപം ശശികലയെ കൈവശപ്പെടുത്തി കഴിഞ്ഞിരുന്നു. പീഠത്തിനു മുന്നിലായി തൂശനിലയുടെ മധ്യത്തിൽ വച്ചിരുന്ന നിലവിളക്കിലെ തീനാളം അസാധാരണമായ രീതിയിൽ ഒന്ന് വെട്ടിയുലഞ്ഞു. തലങ്ങും വിലങ്ങും ഒരു കാറ്റടിച്ചതുപോലെ തൊട്ടടുത്ത നിമിഷം ആ പൊന്നാളം കെട്ടണഞ്ഞു. എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന തിരിയുടെ അഗ്രത്തു നിന്ന് വെളുത്ത പുക പെരുവിരൽ വണ്ണത്തിൽ മുകളിലേക്ക് ഉയർന്ന് വായുവിലലിഞ്ഞു. പാതി അടഞ്ഞ മിഴികളിലൂടെ മന്ത്രോപാസനയിൽ മുഴുകിയിരുന്ന രാജശേഖരൻ പൂജാവിളക്ക് കെട്ടതറിഞ്ഞില്ല. എന്നാൽ ശാന്തമായി കിടന്ന മനസ്സ് ചഞ്ചലപ്പെട്ടു തുടങ്ങിയത് അവൻ അറിഞ്ഞു. കുളത്തിന് നടുവിലേക്ക് ഒരു കല്ലെറിഞ്ഞതുപോലെ നിമിഷ നേരത്തിനുള്ളിൽ ദുരൂഹമായൊരു അസ്വസ്ഥതയായി അത് അയാളെ പൊതിഞ്ഞു. മനസ്സ് നിയന്ത്രിച്ച മാന്ത്രികതയുടെ അപാരതയിലേക്ക് തന്നെ മുങ്ങാങ്കുഴിയിടാൻ രാജശേഖരൻ ഒരിക്കൽ കൂടി തുനിഞ്ഞു. ഇഷ്ടമൂർത്തിയായ ഹനുമാനെ പ്രസാദിപ്പിക്കാനും മൂർത്തി സാന്നിധ്യം ഉറപ്പുവരുത്താനുമായി അയാൾ മന്ത്രം ഉരുവിട്ടു. ഇല്ല, മനസ്സ് കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. മൂർത്തി സാന്നിധ്യം പോയി മറിഞ്ഞിരിക്കുന്നു. ഒരിളം കാറ്റ് പോലെ തനിക്ക് ചുറ്റും ഇത്ര നേരം നിറഞ്ഞു നിന്ന മൂർത്തി വരപ്രസാദം നഷ്ടപ്പെട്ടിരിക്കുന്നു. അയാൾ ഞെട്ടി കണ്ണുകൾ തുറന്നു. നേരെ മുന്നിൽ നൂലുപോലെ വെളുത്ത പുക മുകളിലേക്ക് ഉയർത്തുന്ന അണഞ്ഞ തിരിനാളമാണ് ആദ്യം അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അശുഭകരമായത് എന്തോ സംഭവിച്ചിരിക്കുന്നു. മന്ത്രശീലുകൾ ഉരുവിട്ട അശുഭം എന്താണെന്ന് കണ്ടുപിടിക്കാൻ രാജശേഖരൻ ഒരിക്കൽ കൂടി ശ്രമിച്ചു. പരാജയം തന്നെ ഫലം. ഓരോ തവണ പൂജാവിളക്ക് തെളിക്കുമ്പോഴും ഒന്നുലഞ്ഞ് ആ നാളം കെട്ടുപോകുന്നു. വാതിൽ തുറന്ന തിടുക്കത്തിൽ വരാന്തയിലേക്ക് ചാടിയിറങ്ങിയ രാജശേഖരൻ ചുറ്റുപാടും ശ്രദ്ധിച്ചു. പുറത്തെ ഇരുട്ടിൽ പടിക്കൽ ആരെയോ കാത്തു നിൽക്കുകയാണ് വാസുദേവമേനോൻ. അച്ഛാ, അമ്മയും ശശികലയും എവിടെ? രാജശേഖരൻ ഉത്കണ്ഠയോടെ തിരക്കി.
തലയൊന്ന് ചെരിച്ച് മകനെ ഒന്ന് നോക്കിയ ശേഷം വാസുദേവ മേനോൻ വീണ്ടും ആ ഒറ്റടി പാതയിൽ കണ്ണെത്തത്തോളം ഇരുട്ടിലേക്ക് പതറി. എന്നിട്ട് പതറിയ ശബ്ദത്തിൽ പറഞ്ഞു, അവര് രണ്ടുപേരും കൂടി ദേവീക്ഷേത്രത്തിലേക്ക് പോയതാ. സാധാരണ ഇരുട്ടുന്നതിന് മുമ്പ് ഇങ്ങ് വരാറുള്ളതാ. ഇന്ന് എന്ത് പറ്റിയോ? രാജശേഖരന്റെ മനസ്സിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി. അമ്മയ്ക്കും ശശികലയ്ക്കും എന്തോ സംഭവിച്ചു എന്ന് രാജശേഖരന്റെ ഉപബോധ മനസ്സ് മന്ത്രിച്ചു. അച്ഛാ, എന്തോ കുഴപ്പമുണ്ട്. പൂജയ്ക്കിടയിൽ ചില നിമിഷങ്ങൾ ഞാൻ ചില ദുർനിമിത്തങ്ങൾ കണ്ടു. രാജശേഖരൻ മുറ്റത്തേക്ക് ചാടി ഇറങ്ങിക്കൊണ്ട് തുടർന്നു. ഞാനൊന്ന് തിരക്കിയിട്ട് വരാം. അച്ഛൻ ഇവിടെ തന്നെ നിൽക്കൂ. രാജശേഖരൻ ഒരു കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് കുതിച്ചു. അരണ്ട പ്രകാശം ചതുപ്പിനു മുകളിൽ പ്രസരിച്ചു നിന്നു. കുത്തിത്തുളയ്ക്കുന്ന തണുപ്പും. അടുത്ത ഇരയ്ക്ക് വേണ്ടി കാത്ത് പതുങ്ങിക്കിടക്കുന്ന ഒരു രാക്ഷസനെ പോലെ ചതുപ്പ് തന്റെ 1000 വക്ത്രങ്ങളും തുറന്നു വെച്ച് നിശ്ചലം കിടന്നു. ചതുപ്പിന്റെ ഒരു ഭാഗത്തായി അല്പം ഉയർന്നൊരു മൺതിട്ട തള്ളി നിന്നിരുന്നു. മേടയിൽ വറയിച്ചിന്റെ സ്ഥലത്തിന്റെ അതിരുകൾ തുടങ്ങുന്നത് അവിടെയാണ്. തന്നെ ബലമായി ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ബലിഷ്ഠകായകന്റെ കൈ ഒരു വിധത്തിൽ തട്ടിത്തെറിപ്പിച്ച് ശശികല മുന്നോട്ട് കുതിച്ചു. എന്നാൽ ഏതാനും ചുവട് മുന്നോട്ട് വച്ചതേയുള്ളൂ. മൺതിട്ടയുടെ അതിർത്തിയിലെത്തി അവൾ നിശ്ചലം നിന്നു. 6 അടിയിലെ താഴ്ചയിൽ വിസ്തൃതമായ ചതുപ്പിന്റെ ആരംഭമാണ്. മുന്നോട്ട് നീങ്ങാൻ വഴി കാണാതെ അവൾ ഉറക്കെ കരഞ്ഞു. ഏതാണ്ട് 20 അടിയോളം പിന്നിലായി 5 പേരും നിന്ന് അട്ടഹാസം മുഴക്കുകയായിരുന്നു. ശശികല രക്ഷപ്പെടാൻ ഒരു പഴുതു തേടി നടത്തുന്ന പരാക്രമം അവരെ അത്രമാത്രം രസിപ്പിച്ചിരിക്കുന്നു. ഒരാൾ അമ്മയെ വട്ടം പിടിച്ച് മിണ്ടാനാവാത്ത വണ്ണം വായിൽ അമ്മയുടെ മേൽമുണ്ട് തന്നെ കുത്തി തിരികെ വെച്ചിരിക്കുന്നത് ശശികല കണ്ടു. രക്ഷപ്പെടാനായി അവരും ആവുന്നത് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കാളക്കൂറ്റനെ പോലെ ബലിഷ്ഠകായകനായ അയാൾക്ക് ഒരു പാവക്കുട്ടിയെ പിടിച്ചു വെച്ചിരിക്കുന്ന ലാഘവമേ തോന്നിയുള്ളൂ. കടുത്ത നിസ്സഹായതയോടെ ശശികല ഒരിക്കൽ കൂടി കരഞ്ഞു. ശക്തി കുറഞ്ഞ ശബ്ദവീചികൾ ചതുപ്പിനു മുകളിലൂടെ അലിഞ്ഞില്ലാതായതുപോലെ കേട്ടു. അവൾക്ക് 3 ഭാഗത്തും ചതുപ്പായിരുന്നു. 4ാമത്തെ ഭാഗത്താണ് ആ ദുഷ്ടന്മാർ നിൽക്കുന്നത്. രക്ഷപ്പെടാനുള്ള ഒരേയൊരു വഴിയും അതായിരുന്നു. പെട്ടെന്ന് അകലെ നിന്ന് ഒരു വാഹനത്തിന്റെ ശബ്ദം കേട്ടു. അതോടൊപ്പം തീക്ഷ്ണമായ 2 പ്രകാശവീചികൾ അകലെ കാണപ്പെട്ടു. ചതുപ്പിലേക്ക് നീണ്ടുകിടക്കുന്ന ആ മുനമ്പിലേക്ക് കുറ്റിക്കാടുകളുടെയും ഉരുളൻ കല്ലുകളെയും മൺകൂനകളെയും ഒഴിവാക്കിക്കൊണ്ട് ഒരു ജീപ്പ് അടുത്തു വരികയായിരുന്നു. ജീപ്പിന്റെ ചലനമനുസരിച്ച് ഇടയ്ക്കിടെ സർക്കസുകാരുടെ സെർച്ച് ലൈറ്റ് പോലെ ആ പ്രകാശവീചികൾ ചതുപ്പിന്റെ പല ഭാഗത്തേക്കും തുളച്ചിറങ്ങി. ജീപ്പ് അടുത്തു വന്നതോടെ 5 പേരും ഒതുങ്ങി നിന്നു. അവൾക്കടുത്തായി ജീപ്പ് നിന്നു. തന്റെ നേരെ കത്തി നിൽക്കുന്ന പ്രകാശത്തിൽ നിന്ന് കണ്ണുകളെ മറയ്ക്കാൻ വിരലുകൾ കൊണ്ട് മറയുണ്ടാക്കി അവൾ മിഴി ചുരുക്കി ജീപ്പിനു നേരെ നോക്കി. ഹെഡ്ലൈറ്റിന്റെ തീക്ഷ്ണത മൂലം അവൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. ജെയിംസ് ഊട്ടി പുതുതായി വാങ്ങിയ ജീപ്പിലിരുന്നു തന്നെ ആ കാഴ്ച അല്പനേരം നോക്കി ആസ്വദിച്ചു. ചുവന്ന പാവാടയും ബ്ലൗസും ധരിച്ച് പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന ശശികല. മുനമ്പിന്റെ അറ്റത്ത് ഒരു ദീപനാളം പോലെ കത്തി നിൽക്കുന്ന ശശികലയുടെ ശരീരത്തിന്റെ ഉയർച്ച താഴ്ചകളിലൂടെ ജെയിംസ് കുട്ടി ആർത്തിയോടെ കണ്ണോടിച്ചു. പ്രകാശത്തിൽ നിന്ന് മുഖം മറച്ച് വിരിച്ചു പിടിച്ചിരിക്കുന്ന കൈവിരലുകളുടെ വെളുപ്പും തുടിപ്പും അവന്റെ സിരകളെ മത്തുപിടിപ്പിച്ചു. അവളുടെ പവിഴാതരങ്ങൾ അവനിൽ അഗ്നി പൊഴിച്ചു. ഒരു ദാരുശില്പത്തിൻ്റെതുപോലെ മനോഹരമായ കീഴ്ത്താടിയും ലോലമായ കഴുത്തും അവന്റെ മസ്തിഷ്കത്തെ പുളകം കൊള്ളിച്ചു. മനസ്സിന്റെ ആർത്തി ഒരുവിധം മുതുക്കി അവൻ പുറത്തേക്കിറങ്ങി. അനുചരന്മാരിൽ ഒരാൾ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, കാര്യങ്ങൾ എളുപ്പത്തിൽ നടന്നു കുഞ്ഞെ. അടുത്തെങ്ങും ആരുമില്ലാത്തതും ഗുണമായി. ഇരുട്ടത്ത് ഞങ്ങളിവരെ പൊക്കിക്കൊണ്ടുവന്നത് ഒരു ഈച്ച പോലും അറിഞ്ഞിട്ടില്ല. കൊള്ളാം. ജെയിംസ് കുട്ടി ജീപ്പിന് മുന്നിലേക്ക് ചുവട് വെച്ചു. അവന്റെ ഭീമാകാരമായ നിഴൽ ശശികലയെ വിഴുങ്ങി. പേടിക്കണ്ട ശശികലെ, ശല്യപ്പെടുത്താൻ ആരും ഇങ്ങോട്ട് വരില്ല. നിന്റെ ചേട്ടന്റെ ആ നശിച്ച സത്വം പോലും. ഞാൻ പറയുന്നത് അനുസരിച്ചാ നിനക്ക് നല്ലത്, ജെയിംസ് ഊട്ടി പറഞ്ഞു. അയാൾ 2 ചുവട് മുന്നോട്ട് വെച്ചു. അയാളുടെ ചലനത്തിനൊത്ത് ചതുപ്പിന് മുകളിലേക്ക് നീണ്ടുപോകുന്ന ഭീമാകാരമായ നീളിന്റെ ആകൃതി മാറി. ശശികല ഒരു ചുവടുകൂടി പിന്നിലേക്ക് വെച്ചു. ഒരു കുഴിയിലേക്ക് എന്നവണ്ണം താഴ്ത്തി വെക്കേണ്ടി വന്ന ചുവട് പിൻവലിച്ച് അവൾ നിന്ന് കിതച്ചു. ഭൂമിയുടെ അറ്റത്തെത്തിയതുപോലെയായിരുന്നു അവൾ. ശരി, പേടിയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുന്നില്ല, ജെയിംസ് ഊട്ടി പിന്തിരിഞ്ഞു ചെന്ന് ജീപ്പിന്റെ ബോണറ്റിൽ ചാരി നിന്നിട്ട് പറഞ്ഞു. ശശികലെ, നിന്നെ എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു. നിന്നെ ഒന്ന് അടുത്ത് കാണാൻ എത്ര നാളായി ഞാൻ കൊതിക്കുന്നു. നിന്റെ ആ സൗന്ദര്യം ഞാനൊന്ന് കാണട്ടെ. ഒരു കാര്യം ചെയ്യ്, ആ വസ്ത്രങ്ങളൊക്കെ അങ്ങ് അഴിച്ചു കളഞ്ഞേക്ക്, ജെയിംസ് ഊട്ടി ഒരു കൊച്ചു കാര്യം പറഞ്ഞ ലാഘവത്തോടെ പറഞ്ഞു. ശശികല ശക്തിയായെന്ന് ഞെട്ടി. മാറിൽ കൈകൾ പിണച്ച് അവൾ തേങ്ങിക്കൊണ്ട് നിലത്തിരുന്നു. ഒരു ഉറുമ്പിനെ പോലെ ചെറുതാകാൻ കൊതിച്ച് അവൾ ശരീരം ചുരുക്കി. വേഗം പറഞ്ഞതനുസരിച്ചോളൂ ശശികലെ, ജെയിംസ് ഊട്ടി ഒരിക്കൽ കൂടി പറഞ്ഞു. നിമിഷം അവന്റെ മനസ്സ് ശിലാതുല്യമാകുകയായിരുന്നു.
രാജശേഖരൻ പലപ്പോഴായി മാന്ത്രിക ശക്തി ഉപയോഗിച്ച് തന്നെ ദ്രോഹിച്ചിട്ടുള്ളത് മുഴുവൻ അവന്റെ സ്മരണയിൽ തെളിഞ്ഞു നിന്നു. തന്നെയും അപ്പനെയും വലിയ വീട്ടിൽ തറവാട്ടിലിട്ട് തീ തീറ്റിച്ചത് മുതൽ ജീപ്പ് പിന്നാലെ ഓടിപ്പിച്ച് തന്നെ ഈ ചതുപ്പിൽ കൊണ്ടുവന്ന് താഴ്ത്തിയതുവരെ അവൻ ഓർത്തു. ഒരു പേപ്പട്ടി എന്ന വണ്ണം അവൻ എന്നെ പായിച്ചു. പകരം അവന്റെ സുന്ദരിയായ പെങ്ങളിത തന്റെ ദയാദാക്ഷിണ്യത്തിനായി കേഴുന്നു. പ്രതികാരത്തിന്റെ അനിവർജനീയമായ ആനന്ദം അയാളെ കൂടുതൽ ഉന്മേഷവാനാക്കി. നാടകീയമായി തന്നെ പ്രതികാരം ചെയ്തു കളയാം എന്നയാൾ കരുതി. അതിന്റെ ഭാഗമാണ് സിരകളിൽ കോരിത്തെരിപ്പുണ്ടാക്കുന്ന വസ്ത്രാക്ഷേപം. ശശികലെ, പറയുന്നത് അനുസരിച്ചോളൂ, ഇല്ലെങ്കിൽ നിന്നെക്കൊണ്ട് ഞാൻ അനുസരിപ്പിക്കും. വേഗം അഴിച്ചോളൂ. പെട്ടെന്നുണ്ടായ ധൈര്യത്തോടെ ശശികല ഇരുഭാഗത്തേക്കും തലയായിട്ടിക്കൊണ്ട് ശബ്ദമുയർത്തി. ഇല്ല ഇല്ല. ജെയിംസ് കുട്ടി തലതിരിച്ച് ശശികലയുടെ അമ്മയെ അനങ്ങാൻ കൂടി കഴിയാത്ത വിധം പിടിച്ചു വെച്ചിരിക്കുന്നവരെ നേരെ കാങ്ങിയം കാണിച്ചു. അവരെ തള്ളിക്കൊണ്ട് അവൻ ജെയിംസ് കുട്ടിയുടെ അരികിലെത്തി. അരയിൽ നിന്നൊരു കത്തിയെടുത്ത് ജെയിംസ് കുട്ടി പറഞ്ഞു. ശശികല പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ അമ്മ അതിന്റെ ഫലം അനുഭവിക്കാൻ പോവുകയാണ്. ശശികല നടുങ്ങുന്ന മനസ്സോടെ അയാളുടെ ചെയ്തികളെ ഉറ്റുനോക്കി. കത്തിയുടെ തിളങ്ങുന്ന മുന പിന്നിൽ നിന്ന് അടിക്കുന്ന ശക്തിയേറിയ പ്രകാശത്തിൽ വജ്രത്തുമ്പുകൾ പോലെ വെട്ടിത്തിളങ്ങുന്നത് അവൾ കണ്ടു. എടി പെണ്ണേ! ജെയിംസ് കുട്ടിയുടെ ശബ്ദത്തിന് പതിവിലും മുഴക്കവും ദാർഢ്യതയും കൈവന്നു. നിന്റെ അമ്മ ഇഞ്ചിഞ്ചായ മരിക്കാൻ പോവുകയാണ്. അത് വേണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിച്ചോളൂ. നിന്റെ ഈ ഭംഗി ഞങ്ങളൊന്ന് കാണട്ടെ. തന്നെ ചുറ്റി അണച്ചിരുന്ന കൈകൾ അല്പമൊന്നയഞ്ഞപ്പോൾ അമ്മ കുതറിത്തെറിച്ചു. അരുതെന്ന് പറയാൻ കഴിയാതെ ഒരു ശബ്ദം മാത്രം തൊണ്ടയിലൂടെ പുറത്തു ചാടി. വിദിതമായ ഈ ദുർദശയിൽ നിന്ന് മകളെ രക്ഷിക്കാനെന്ന വണ്ണം അവർ പിടഞ്ഞു മാറാൻ ശ്രമിച്ചു. ഓരോ തവണയും താൻ ശത്രുവിന്റെ മൃഗീയമായ ശക്തിക്ക് കീഴ്പ്പെടുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അവർ കരഞ്ഞു. ഒരു നിമിഷം കൂടി കഴിഞ്ഞ് ജെയിംസ് കുട്ടി കത്തി ഉയർത്തി തികഞ്ഞ ക്രൂരതയോടെ അവൻ അമ്മയുടെ അടുത്തേക്ക് നീങ്ങി. അവരുടെ കൈ വിടർത്തി കൈപ്പത്തിക്കുള്ളിൽ കത്തിയുടെ മുന ആഴ്ത്തി. ചുക്കിച്ചുളിഞ്ഞ മാംസത്തിനുള്ളിലേക്ക് കത്തിയുടെ തിളങ്ങുന്ന മുന അപ്രത്യക്ഷമാകുന്നതും അവിടെ ചോര ഉറവെടുക്കുന്നതും കണ്ട് ശശികല ഉറക്കി കരഞ്ഞു. അമ്മയോട് അത്ര സ്നേഹമാണെങ്കിൽ പറയുന്നത് അനുസരിക്ക് വേണേ. താമസിക്കും തോറും അമ്മയ്ക്കാവും വേദന. വേഗമാവട്ടെ. വേദന കൊണ്ട് പിടയുന്ന അമ്മയുടെ കൈത്തണ്ടയിലൂടെ ചോര ഒഴുകിയിറങ്ങുന്നത് ശശികല കണ്ടു. ജെയിംസ് കുട്ടി വീണ്ടും കത്തി ഉയർത്തി. ആ കത്തി സ്വന്തം ഹൃദയത്തിലേക്ക് ആഴുന്നതുപോലെ അവൾ പിടഞ്ഞു. ദൈവമേ, ഈ ദുഷ്ടൻ അമ്മയെ ഇഞ്ചിഞ്ചായി കൊല്ലുകയാണ്. പെട്ടെന്നുണ്ടായ ആത്മധൈര്യത്തോടെ ശശികല ചാടി എണീറ്റ് അലറി. എന്റെ അമ്മയെ വിടാൻ! അത് പറഞ്ഞ് അവൾ ബൗസിന്റെ ഹൂക്കുകൾ വലിച്ചു പൊട്ടിച്ചു. ശക്തിയേറിയ പ്രകാശത്തിൽ ശശികലയുടെ ശരീരത്തിന്റെ സ്നിഗ്ധത ദൃഷ്ടിയിൽപ്പെട്ടതോടെ ജെയിംസ് കുട്ടിയുടെ ശ്വാസം ഒരു മാത്രം നിലച്ചു. ഇത്രയും സൗന്ദര്യമുള്ള പെൺകുട്ടികളും ഈ ലോകത്തുണ്ടോ? കൈത്തണ്ടിയിലൂടെ ഊരിയെടുത്ത് ചുവന്ന ബ്ലൗസ് കാൽച്ചോട്ടിലേക്ക് ഇടുമ്പോൾ ശശികല പൊട്ടിക്കരഞ്ഞു. അബോധാവസ്ഥയിൽ എന്നവണ്ണം അവൾ പാവാടച്ചരടിൽ വിരലമർത്തി. തൽക്ഷണം ചോരയൊഴുകുന്ന കൈപ്പത്തി കൊണ്ട് വായിൽ തിരുകിയിരുന്ന മേൽമുണ്ട് വലിച്ചെടുത്ത അമ്മ അലറി. മോളെ, അരുത്! ഇവന്മാരെന്നെ കൊന്നോട്ടെ! അരുത്! പെട്ടെന്ന് ആ ശബ്ദം മുറിഞ്ഞു. ഒരാൾ വീണ്ടും ആ തുണി വായിലേക്ക് തന്നെ തള്ളിക്കയറ്റി. അമ്മയുടെ വാക്കുകളുടെ ശക്തി ആവാഹിച്ചെന്നവണ്ണം ശശികല ഒരു നിമിഷം നിശ്ചലയായി നിന്നു. ജെയിംസ് കുട്ടി വീണ്ടും അമ്മയുടെ കൈത്തണ്ടയിൽ പിടികൂടുന്നത് ശശികല കണ്ടു. അമ്മയുടെ ശരീരം വീണ്ടും കീറിമുറിക്കാൻ പോകുന്നു. അവൾക്കത് ചിന്തിക്കാൻ കൂടി കഴിഞ്ഞില്ല. നേരിപ്പുകയുന്നത് പോലെ അവൾ പിടഞ്ഞു. ശക്തിയായി അവൾ കിതച്ചു. കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ടവൾ പാവാട കെട്ടഴിച്ചു. കാലുകളെ ഉരുമി പാവാട താഴേക്ക് ഊർന്നു പോയത് മാത്രം അവൾ അറിഞ്ഞു. പിടിച്ചു നിൽക്കാനുള്ള ശക്തിയില്ലാതെ ശശികല തൊട്ടടുത്ത നിമിഷം നിലത്തേക്ക് കുഴഞ്ഞു വീണു. ഒരു സ്വർണ്ണ വിഗ്രഹം നിലത്ത് മറിഞ്ഞു വീണതുപോലെ ജെയിംസ് കുട്ടി അവൾക്കരികിലേക്ക് കുതിച്ചു. കനത്ത മൂകതയെ വലിച്ചു ചീന്താൻ മടിച്ചിട്ടെന്ന വണ്ണം ഏറെ നേരം ആരുമൊന്നും മിണ്ടിയില്ല. ആർക്കും ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. അത്രമാത്രം കഠിനമായ ദുരന്തമാണല്ലോ ആ കുടുംബത്തിന് വന്നു ചേർന്നത്. വാസുദേവ മേനോന്റെ വിധിയിൽ ഏറെ പേരും പരിതപിക്കുകയേ ചെയ്തുള്ളൂ. അല്പം ചിലരെങ്കിലും മുൻജന്മ പാപങ്ങളുടെ നിലയ്ക്കാത്ത പാപക്കറയാണിതെന്ന് വ്യാഖ്യാനിച്ചു. എന്നാൽ അവർക്ക് പോലും വാസുദേവ മേനോന്റെ തകർച്ച അവിശ്വസനീയമായി തോന്നി. നാട്ടിലെ ഏറ്റവും പ്രധാനിയും പ്രതാപിയും ധനാഢ്യനുമായിരുന്ന വലിയ വീട്ടിൽ വാസുദേവ മേനോന്റെ ഇന്നത്തെ അവസ്ഥയെന്ത്? ഉണ്ണിമായ എന്ന നർത്തകിയുടെ അപമൃത്യുവോടെയാണ് എല്ലാറ്റിൻ്റെയും തുടക്കം. ആ ആഘാതത്തിൽ നിന്നും കരകയറാൻ വലിയ വീട്ടിൽ കുടുംബത്തിന് പിന്നെ കഴിഞ്ഞിട്ടില്ല. പൊലിമ നശിക്കാത്തത് വലിയ വീട്ടിൽ തറവാട് ക്ഷണനേരം കൊണ്ട് ക്ഷയിച്ചു. വിൽട്ടിയ വിലയ്ക്ക് തറവാട് വിറ്റ് സർവരാലും വെറുക്കപ്പെട്ട് ഒരിക്കൽ സർവാധിപതിയായി വാണിരുന്ന നാട്ടിൽ നിന്ന് പോരേണ്ടി വന്നു. ഇപ്പോഴിതാ വാസുദേവ മേനോന് ഭാര്യയും മകളും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏറ്റവും അവസാനത്തെ ദുരന്തം, ഏറ്റവും കഠിനവും.
ദേവീക്ഷേത്രത്തിൽ തൊഴാൻ പോയ ശശികലയും അമ്മയെയും കാണാതായതിന്റെ 3-ാം നാൾ അകലെ ചതുപ്പിൽ ഒരരുകിൽ ഇരുവരുടെയും ശരീരം കണ്ടെത്തി. ചതുപ്പിന് മുകളിൽ അഴിഞ്ഞെത്തിയ മൃതദേഹങ്ങൾ. രാജശേഖരന് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു ആ ആഘാതം. അമ്മയുടെയും സഹോദരിയുടെയും അപ്രതീക്ഷിതമായ ദുരന്തം. എല്ലാം ഒരു ദുസ്വപ്നം പോലെ വാസുദേവ മേനോന് തോന്നിയുള്ളൂ. ദേവകിയും ശശികലയും ദേവീക്ഷേത്രത്തിൽ തൊഴാൻ പോയതാണ്. ഏതു നേരത്തും കയറി വരാം. അവരെ പ്രതീക്ഷിച്ചിരുന്നവണ്ണം ആ വൃദ്ധനയനങ്ങൾ ഒറ്റയടിപ്പാതയിലെ ഏറ്റവും അകലത്തെ ബിന്ദുവിൽ തന്നെ ദൃഷ്ടിയുറപ്പിച്ചു. ഏറെ നേരത്തെ ആ കാത്തിരിപ്പിന് അല്പനേരത്തെങ്കിലും വിരാമമിടുന്നത് സഹികെട്ട് അദ്ദേഹത്തെ ആരെങ്കിലും താങ്ങിപ്പിടിച്ച് അകത്ത് കിടത്തുമ്പോഴാണ്. അനുസ്യൂതമായ ഒരു പ്രക്രിയയുടെ ശേഷം പോലെ വീണ്ടും അദ്ദേഹം ഉമ്മറത്തെത്തും. ദേവകിയും ശശികലയും അവസാനമായി നടന്നു പറഞ്ഞ ഭാഗങ്ങളിലേക്ക് ഉറ്റുനോക്കി ഒറ്റയിരുപ്പാണ്. തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും സകല ദുരന്തങ്ങൾക്കും കാരണക്കാരൻ ആരാണെന്ന് രാജശേഖരൻ അറിയാം. ശത്രുവിൻ്റെ ഏറ്റവും അവസാനത്തെ താടനം തന്നെ തകർത്തു കളഞ്ഞു. ശത്രുവിൻ്റെ ആക്രമണങ്ങളെ തടയാൻ താൻ നാളുകൾ കൊണ്ട് നേടിയെടുത്ത ശക്തിയെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നശിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. അത്യന്തം ശക്തിമത്തെന്ന് കരുതിയ വിദ്യകളെല്ലാം തൻ്റെ അമ്മയും സഹോദരിയും അപകടത്തിൽപ്പെട്ടപ്പോൾ തരിച്ചു നിന്നു. എല്ലാം വലിച്ചെറിയാനുള്ള വാശിയോടെ രാജശേഖരൻ പൂജാമുറിയിലേക്ക് പാഞ്ഞു കയറി. പലകയ്ക്കടിയിലിരുന്ന മിന്നുന്ന നിലവിളക്ക് എടുത്തെറിയാനായി അവൻ കൈനീട്ടി. തൽക്ഷണം പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു. രാജശേഖര! മുഴങ്ങുന്ന ആ വിളി കേട്ട ഭാഗത്തേക്ക് രാജശേഖരൻ ഈറൻ മിഴികൾ തിരിച്ചു. വാതിൽക്കിൽ നിന്ന് നിറഞ്ഞു നിൽക്കുകയാണ് ശേഖരമേനോൻ. രാജശേഖര! എടുത്തുചാട്ടം കൊണ്ട് ചെയ്യുന്ന അവിവേകവും അഗ്നിയിലേക്ക് ഒഴിക്കുന്ന നെയ്യും തുല്യമാണെന്ന് കേട്ടിട്ടില്ലേ? ശേഖരമേനോൻ അവൻ്റെ തോളിൽ സ്പർശിച്ചു. അദ്ദേഹം തുടർന്നു. നീ നേടിയെടുത്ത മാന്ത്രിക ശക്തി നിന്റെ ആത്മബലത്തിന്റെ സന്തതിയാണ്. മനസ്സിൽ താൽക്കാലികമായി തലനീട്ടുന്ന വ്യസനവും വേദനയും കോപവും കൊണ്ട് അന്ധനായി നീ നിന്റെ ആ സന്തതിയെ കൊല്ലരുത് കുഞ്ഞെ. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരമസാഹസം തിന്മകൾക്ക് ശാശ്വത വിജയം നൽകാറില്ല. നിന്റെ പാത നന്മയിലൂടെയാണെങ്കിൽ വിജയം എന്നെങ്കിലും നിന്റെ പക്ഷത്തെത്തും. എണീക്ക്. ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാജശേഖരൻ മേനോന്റെ നെഞ്ചിലേക്ക് വീണു. അവനെ അണച്ചു പിടിച്ചുകൊണ്ട് മേനോൻ പറഞ്ഞു. നീ പഠിച്ചതൊന്നും വൃഥാവിലാവില്ല കുഞ്ഞെ. സത്യമാർഗത്തിലൂടെയാണ് നീ മന്ത്രസേവ നടത്തിയത്. അത് നിന്നെ ചതിക്കില്ല. മരണം നടന്ന വീട്ടിൽ 7 ദിവസത്തേക്ക് പൂജകളൊന്നും പാടില്ല. അതിനുശേഷം നിന്റെ കർമ്മം തുടരണം. നിന്നെ സഹായിക്കാൻ ഞാനും എത്താം. അമ്മാവ! രാജശേഖരൻ വിറയ്ക്കുന്ന ചുണ്ടുകൾക്കിടയിലൂടെ വിതുമ്പി. എൻ്റെ പെറ്റമ്മയും സഹോദരിയും അപകടത്തിൽപ്പെട്ടപ്പോൾ ഞാൻ ഉപാസിക്കുന്ന മൂർത്തികളൊക്കെ എവിടെ പോയിരുന്നു? അപകടത്തിൽ സഹായിക്കാത്ത മൂർത്തികളെ ഉപാസിച്ചിട്ട് എന്ത് ഫലം? കുഞ്ഞെ, നിഷേധം അപമാനിക്കലിന് തുല്യമാണ്. മൂർത്തി കോപം വരുത്തുന്ന വാക്കുകൾ പറയാതെ, മേനോൻ വിശദീകരിച്ചു. നിന്റെ മൂർത്തിയെ ഒരു നിമിഷ നേരത്തേക്ക് ബന്ധിച്ച് രാമമന്ത്രം ജപിച്ച് ഹനുമാൻ സ്വാമിയെ അവൻ നിഷ്ക്രിയരാക്കി. അതേ നേരത്ത് തന്നെ അവർ അമ്മയെയും ശശികലയെയും ആക്രമിച്ചു. ഇതൊക്കെ ഒരാസൂത്രിത നീക്കമായിരുന്നു. എല്ലാം വിധിയാണെന്ന് സമാധാനിക്കാൻ. ദുഷ്കർമ്മങ്ങൾക്ക് മറപിടിക്കാൻ പവിത്രമായ രാമമന്ത്രം ജപിച്ച ആ മന്ത്രവാദിക്ക് അധികം വൈകാതെ തിരിച്ചടി കിട്ടാതിരിക്കില്ല. സ്വയം നാശത്തിന്റെ വിത്താണ് അയാൾ പാകിയത്. അമ്മാവ, ഇനിയും ശത്രുക്കളെ ജീവനോടെ വിടുന്നത് ആപത്താണ്. ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു. ഇനി എനിക്കാവില്ല. ഉച്ചാടന ക്രിയകൾക്കായി ഞാൻ മറ്റു മൂർത്തികളെ തേടാൻ പോവുകയാണ്. വേണ്ട! മേനോന്റെ വാക്കുകൾക്ക് കനമേറി. ഉച്ചാടന ക്രിയകൾ നടത്തുന്നവൻ അവന്റെ പാപക്കറയുടെ അഗ്നിയിൽ ചാമ്പലാകുന്ന കാലം വിദൂരമല്ല. നീ അത് ചെയ്യേണ്ട. പിന്നെ എന്നും ഇങ്ങനെ ഹനുമാൻ മന്ത്രവും ജപിച്ച് പ്രതിരോധ ക്രിയയുമായി കഴിഞ്ഞാൽ മതിയോ? രാജശേഖരന്റെ വാക്കുകളിൽ നേർത്ത നീരസം നിറഞ്ഞു നിന്നു. ആ ക്രിയകൾ എനിക്ക് വിട്ടുതരൂ കുഞ്ഞെ. അവൻ നശിപ്പിച്ച ആത്മാക്കളെ കൊണ്ടുവേണം അവനെയും നശിപ്പിക്കാൻ. ഞാൻ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു നിമിഷം നിർത്തി മേനോൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അവൻ അതിക്രൂരമായി കൊന്നു ചതുപ്പിൽ താഴ്ത്തിയ ഉണ്ണിമായുടെ ആത്മാവിനെ കൊണ്ട് ഞാൻ അവനെ തകർക്കും. ഉണ്ണിമായുടെ ആത്മാവിന് ശക്തി പകർന്ന് ആവാഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇത്ര നാളും. എന്റെ ശ്രമങ്ങൾ വിജയിക്കാറായി. ഉണ്ണിമായ എന്ന് കേട്ടതോടെ രാജശേഖരന്റെ മനസ്സിലൂടെ ഒരു തേങ്ങൽ കടന്നുപോയി. സ്വർണ്ണ വിഗ്രഹം പോലെ സുന്ദരിയായ ഉണ്ണിമായ, കലയുടെ നൂപുരധ്വനിയിൽ പ്രപഞ്ചത്തെ ഉറക്കിക്കിടത്തിയ ഉണ്ണിമായ. നീറുന്ന വേദന മനസ്സിനെ കുത്തി നോവിക്കുന്നത് രാജശേഖരൻ അറിഞ്ഞു. വറീച്ചിന്റെ കുടിലതയും ജെയിംസ് കുട്ടിയുടെ മാംസദാഹവും ഉണ്ണിമായെ കൊന്നു. ഇപ്പോഴിതാ തന്റെ സഹോദരിയും. ചെളിയിൽ പൂണ്ടുകിടന്ന ശശികലയുടെ നഗ്ന ശരീരം രാജശേഖരന്റെ സമനിലയെ വേട്ടയാടി. നിശ്ചയദാർഢ്യത്തോടെ നിവർന്നു നിന്നുകൊണ്ട് രാജശേഖരൻ പറഞ്ഞു. എന്തു വന്നാലും ഞാൻ പിന്നോട്ടില്ല. രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. 7 ദിവസങ്ങൾ കഴിഞ്ഞു. യോഗനിഷ്ഠമായ മുഹൂർത്തത്തിൽ തന്നെ പൂജാവിളക്കുകൾ തെളിഞ്ഞു. സുഗന്ധവാഹിയായ ധൂമപടലം മുറിയിൽ നിറഞ്ഞു. പൂജാവിളക്കിലെ തിരുനാളത്തിന് ഇന്ന് പതിവിലേറെ ശോഭയുണ്ടെന്ന് രാജശേഖരൻ തോന്നി. ഉണ്ണിമായുടെയും തൻ്റെ അമ്മയുടെയും ശശികലയുടെയും മുഖം ആ കൊച്ചുനാളത്തിൽ ആരാണ് കുത്തിവെച്ചത്? ക്രമേണ രാജശേഖരന്റെ മനസ്സ് ഒരു കറുത്തിരുണ്ട
ഗുഹാ കവാടത്തിലൂടെ ഇറങ്ങിപ്പോയി. അങ്ങകലെ ഒരു തുണ്ടുവെട്ടം. അത് ക്രമേണ വലുതായി വലുതായി മനസ്സ് നിറഞ്ഞു. ഈ പ്രപഞ്ചം പോലും അഗ്നിയിൽ ഒഴുക്കാൻ ഉദീപ്തമായ പ്രകാശധാര തൊരിയുന്ന മൂർത്തി സാന്നിധ്യം രാജശേഖരനെ തഴുകി. തൊട്ടടുത്ത തടുക്കിൽ തെക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന വിചിത്രമായ മറ്റൊരു ക്രിയ ചെയ്യുകയായിരുന്നു രാജശേഖരൻ. നെയ്യൊഴിച്ച ചിരട്ടകളിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന തിരുനാളങ്ങൾ. അവയ്ക്ക് നടുവിൽ മരണത്തിന്റെ നിർമുഖം പോലെ ഒരു തലയോട്ടി. ചുവപ്പ് നിറമുള്ള കാട്ടുപൂക്കൾ നിറച്ച ഒരു താലത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. മരിച്ചു മണ്ണടിഞ്ഞ ഉണ്ണിമായുടെ ആത്മാവിനെ പ്രേതരൂപികളുടെ ഇരുണ്ട ലോകത്തു നിന്ന് ഉയർത്തിക്കൊണ്ടുവരാനുള്ള അത്യന്തം ദുഷ്കരമായ ശ്രമത്തിലായിരുന്നു ശേഖരമേനോൻ. ഇതേ സമയത്ത് അകലെ വലിയ വീട്ടിൽ തറവാടിന്റെ നടുവിൽ കെട്ടിയുയർത്തിയ പൂജാമണ്ഡപത്തിൽ മുതുമലസ്വാമിയും തയ്യാറെടുക്കുകയായിരുന്നു. അർദ്ധനിർമീലിത നേത്രങ്ങളോടെ അല്പനേരം മന്ത്രജപം തുടർന്ന മുതുമലസ്വാമി കണ്ണു തുറന്ന് തലയൽപ്പം ചരിച്ച് തന്റെ പിന്നിലിരിക്കുന്ന പിണിയാളിനോടായി പറഞ്ഞു. അവൻ മന്ത്രം തുടങ്ങിയിരിക്കുന്നു. മൂർത്തി സാന്നിധ്യം അങ്ങോട്ട് ചെറുതായി ചായുന്നുണ്ട്. ഒരു ജേതാവിനെ പോലെ ചിറി കോട്ടി ചിരിച്ചുകൊണ്ട് മുതുമലസ്വാമി സാവധാനം രാമമന്ത്രങ്ങൾ ജപിക്കാൻ ആരംഭിച്ചു. പെട്ടെന്ന് അയാൾക്ക് മുന്നിലെ ഹോമകുണ്ടത്തിൽ നിന്നുറുന്ന അഗ്നിനായങ്ങൾക്ക് ജീവൻ വെച്ചു. അവ നാഗങ്ങളെപ്പോലെ നൃത്തം ചെയ്യാൻ ആരംഭിച്ചു. അസാധാരണമായ കാഴ്ച കണ്ട് മുതുമലസ്വാമിയുടെ പിണിയാൾ സ്തംഭിച്ചു. മൂർത്തി ചൈതന്യം ഇവിടെ ആവാഹിക്കപ്പെട്ടതോ അതോ ശത്രുക്കൾ മറുകുറി നടത്തുന്നതോ ഒന്നും തീരുമാനിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ചുറ്റിപ്പിണഞ്ഞ നാഗങ്ങളെപ്പോലെ നൃത്തം ചെയ്തുകൊണ്ടിരുന്ന അഗ്നിനാളങ്ങൾ ക്രമേണ വലുതായി തുടങ്ങി. നിതാന്ത നിശബ്ദമായ ഇരുളിന്റെ അദൃശ്യ ഗഹുരങ്ങളിലെവിടെയോ നിന്നോ കലൻ പക്ഷിയുടെ നിലവിളി ഉയർന്നു. ചതുപ്പിനരികിലെ ഏതോ മുള്ളുമരത്തിന്റെ ശാഖയിൽ ചേക്കേറിയിരിക്കുകയാണ് ആ പക്ഷി. മരണത്തിന്റെ കാഹളനാദം പോലെ ആ ശബ്ദം ശാന്തമായ ഗ്രാമഹൃദയത്തെ മുറിവേൽപ്പിച്ചു. രാത്രി ഏറെ എത്തിയിരിക്കുന്നു. ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞു കിടക്കുകയാണ് മേരയിൽ വറീച്ചൻ. സ്വസ്ഥമാകാത്ത ഒരു കടൽ പോലെ ഇളകി തുടങ്ങിയിരിക്കുന്നു അയാളുടെ മനസ്സ്. കാലൻ പക്ഷിയുടെ ശപിക്കപ്പെട്ട ശബ്ദം കൂടി കേട്ടതോടെ അയാളുടെ അസ്വസ്ഥത ഇരട്ടിച്ചു. എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നതായി വറീച്ചന്റെ മനസ്സ് മന്ത്രിച്ചു. മരണത്തിന്റെ കൊള്ളൂത്ത് കേട്ടുകഴിഞ്ഞു. ഇക്കുറി ആരായിരിക്കും ആ നിർഭാഗ്യവാൻ? ഓർത്തോർത്ത് തിരിഞ്ഞും മറിഞ്ഞും കിടക്കവേ കാലൻ പക്ഷിയുടെ തുടരെയുള്ള കൊലവിളി കേട്ടു. ഇതിനു മുമ്പ് ആ ശബ്ദമുണ്ടായപ്പോഴൊക്കെ ഗ്രാമത്തിനുമേൽ ദുഃഖത്തിന്റെ മൂടുപടമിട്ടുകൊണ്ട് ആരെങ്കിലും അപകടമരണമണിഞ്ഞിട്ടുണ്ട്. ആ രാത്രികളിലൊക്കെ 3-4 തവണ കരഞ്ഞ് പക്ഷി ഇരുളിന്റെ കൊലേറയിലേക്ക് ചിറകടിച്ചു മടങ്ങാറുള്ളൂ. പക്ഷെ ഇന്നത് കരച്ചിൽ നിർത്തുന്നതേയില്ല. ആ കൊടും ദുരന്തത്തിന്റെ പ്രവചനം പോലെ ആ വൃത്തികെട്ട അവലക്ഷണം പിടിച്ച ശബ്ദം തുടരെ മുഴങ്ങിക്കൊണ്ടിരുന്നു. മുറിയിലെ ഇരുട്ടിൽ താൻ ഒറ്റയ്ക്കല്ലെന്നും ആരൊക്കെയോ തനിക്ക് ചുറ്റും നിൽക്കുന്നുണ്ടെന്നും വറീച്ചന് തോന്നി. ബെഡ് ലാമ്പ് കത്തിക്കാൻ അയാൾ തുനിഞ്ഞു. പെട്ടെന്ന് ആ ശ്രമം ഉപേക്ഷിച്ച് കിടക്കയിൽ നിന്ന് എണീറ്റ് അയാൾ ജനലിനടുത്തേക്ക് ചെന്നു. മുറിയിലെ വീർപ്പ് മുട്ടുന്ന അവസ്ഥയിൽ നിന്ന് മോചനം നേടാനെന്നോണം അയാൾ കൈയെത്തി പിടിച്ച ജാലകം തുറന്നു. 2ാം നിലയിൽ ചതുപ്പിന് നേരെ തുറക്കുന്ന ജാലകമായിരുന്നു അത്. നേരെ മുന്നിൽ പറമ്പിന്റെ അതിരിൽ ചതുപ്പ് ആരംഭിച്ച് പരന്നു കിടക്കുന്നത് അരണ്ട വെളിച്ചത്തിൽ കാണാം. തണുത്ത കാറ്റ് വറീച്ചന്റെ മുഖത്തെ തഴുകി മുറിക്കുള്ളിലേക്ക് പാഞ്ഞു കയറി. അതോടൊപ്പം കാലൻ പക്ഷിയുടെ നിലവിളി കൂടുതൽ ഉച്ചത്തിൽ കേട്ടു. തണുത്ത കാറ്റേറ്റ് തലയൊന്ന് തണുത്തപ്പോൾ വറീച്ചൻ പിന്തിരിഞ്ഞ് കിടക്കയിൽ വന്നിരുന്നു. ദീർഘമായി 1-2 തവണ ശ്വാസം വലിച്ചുവിട്ടു. അയാളുടെ നെറ്റിയിൽ പൊടുന്നനെ ചുളിവുകൾ ഉയർന്നു. ചതുപ്പിൽ നിന്ന് അടിച്ചു കയറി വന്ന വായുവിന് അഴുകിയ മാംസത്തിന്റെ ഗന്ധമുണ്ടോ? നിമിഷം ആ മടിപ്പിക്കുന്ന ഗന്ധം കൂടിക്കൂടി വന്നു. മൂക്കു തുളഞ്ഞു കയറുന്ന തീഷ്ണമായ ഗന്ധം. ഇടതുകൈ കൊണ്ട് മുഖം പൊത്തി അയാൾ ഓടി ജനലിനടുത്തെത്തി ജാലകം വലിച്ചടച്ചു. എന്നിട്ടും ആ അഴുകിയ ഗന്ധം വിട്ടുമാറാൻ മടിച്ച് മുറിയിൽ നിറഞ്ഞു നിന്നു. ശ്വാസകോശത്തിലേക്ക് കൂടുതൽ ആ ഗന്ധം ചെന്നെത്തിയതോടെ വറീച്ചന് തല മരവിക്കുന്നത് പോലെ തോന്നി. താൻ തന്നെ അഴുകുകയാണോ? വാതിൽ തുറന്ന് അയാൾ കോണിപ്പടിയിലൂടെ താഴോട്ടോടി. കണ്ണടച്ച് മനസ്സ് കേന്ദ്രീകരിച്ച് ജപിക്കുകയായിരുന്നു മുതുമലസ്വാമി. രാമന്റെ വരപ്രസാദം മുമ്പെന്ന പോലെ തന്നെ തഴുകി അനുഗ്രഹിക്കാത്തതിൽ സ്വാമിക്ക് ആശങ്ക തോന്നി. പതിവില്ലാത്തതാണത്. അല്പം കൂടി ഉറച്ച് അയാൾ ജപം തുടർന്നു. രാമമന്ത്രത്തിന്റെ ഓരോ പാദവും കഴിയുന്തോറും സ്വാമിയുടെ മുന്നിൽ കത്തി നിന്ന അഗ്നിനാളങ്ങൾ വലുതായിക്കൊണ്ടിരുന്നു. അയാൾക്ക് ചുറ്റും അർദ്ധവൃത്താകൃതിയിൽ അഗ്നി പടർന്നു കയറി കത്താൻ തുടങ്ങി. ഓരോ തവണ അയാൾ മന്ത്രം ജപിക്കാൻ ശ്രമിക്കുന്തോറും തീ വളർന്നുകൊണ്ടിരുന്നു. അയാളെ ഒരർദ്ധവൃത്തത്തിലാക്കിക്കൊണ്ട് അഗ്നി ആൾപ്പൊക്കത്തിൽ കത്താൻ തുടങ്ങി. അതുകൂടി കണ്ടതോടെ മുതുമലസ്വാമിയുടെ പിന്നിലിരുന്ന് പൂജാദ്രവ്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരുന്ന പിണിയാൾ ഞെട്ടിവിറയ്ക്കാൻ തുടങ്ങി. എന്തോ കുഴപ്പമുണ്ടെന്ന് അയാൾക്കും തോന്നി തുടങ്ങി. വർഷം എത്രയോ ആയിരിക്കുന്നു സ്വാമിയുടെ കൂടെ ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ഇത്തരമൊരു സ്ഥിതി കണ്ടിട്ടില്ല. എന്തോ കുഴപ്പം തന്നെ. ഉപാസിക്കുന്ന മൂർത്തിക്ക് അഹിതമെന്തെങ്കിലും ചെയ്ത് മൂർത്തി കോപിച്ചാൽ ഇത്തരത്തിൽ തീയുണ്ടാകുമെന്ന് അയാൾ ഓർത്തു. എങ്കിൽ കുഴഞ്ഞല്ലോ ഈശ്വര. വെറും മണ്ണിന് തീ പിടിച്ചതുപോലെ അഗ്നി നിന്ന് കത്തുകയാണ്.
അറിയാവുന്ന മന്ത്രങ്ങളൊക്കെ ക്രമരഹിതമായി ഉരുവിട്ടുകൊണ്ട് അഗ്നിവൃത്തത്തിനകത്ത് സ്വാമി താളം ചവിട്ടി. നിമിഷങ്ങൾക്കുള്ളിൽ സ്വാമിയുടെ കാൽപാദവും അഗ്നിയിൽ മൂടി. പൊള്ളൽ സഹിക്കാൻ കഴിയാതെ അലറിക്കൊണ്ട് ആ വൃദ്ധൻ മുകളിലേക്ക് 3-4 തവണ ചാടുന്നത് ജെയിംസ് കുട്ടി കണ്ടു. പിന്നെ അത് നിലച്ചു. സ്വാമിക്ക് മുകളിൽ അഗ്നി ഒരു കൂടാരമുയർത്തി ആകാശത്തെ എത്തിപ്പിടിക്കാനാഞ്ഞു. ജെയിംസ് കുട്ടി മരവിച്ചു നിൽക്കുകയായിരുന്നു. സ്വാമിയുടെ ദീനരോദനം തന്റെ ചെവികളിൽ ഇപ്പോഴും അലയടിക്കുന്നതായി അയാൾക്ക് തോന്നി. അഗ്നിക്കിടയിലൂടെ കത്തിക്കരിഞ്ഞ ഒരു കൈപ്പത്തി മാത്രം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലെ പിടഞ്ഞു. പിന്നെ ആ കൈപ്പത്തിയും തീ ആളി പറന്നു. ഇതേ സമയത്താണ് ജെയിംസ് കുട്ടി അങ്ങോട്ട് വന്നത്. 2ാം ഘട്ട പൂജ എവിടം വരെയായി എന്നറിയുകയായിരുന്നു ഉദ്ദേശം. അപകടം മണത്തറിഞ്ഞ ജെയിംസ് കുട്ടി പിന്തിരിഞ്ഞോടാൻ തുനിഞ്ഞു. അതേ നിമിഷത്തിൽ അങ്ങ് അകലെ നിന്ന് ഒരു കാറ്റിന്റെ ചൂളംവിളി അയാളുടെ കാതുകളിലെത്തി. ഏതു ഭാഗത്തു നിന്നാണതെന്ന് തിരിച്ചറിയാൻ ചുറ്റും പരതി. പൊടുന്നനെ വൃക്ഷശിഖരങ്ങളെ വട്ടം കറക്കി ചീന്തി എറിഞ്ഞുകൊണ്ട് ഒരു ചുഴലിക്കാറ്റ് അയാൾക്ക് മുകളിലെത്തി. നിലത്തു നിന്നും പറഞ്ഞു പോകാതിരിക്കാൻ അയാൾ മുട്ടുകുത്തിയിരുന്ന ഭൂമിയെ മുറുകെ പിടിച്ചു. പൊടിപടലങ്ങൾ അയാളുടെ കണ്ണിലും മൂക്കിലും അടിച്ചു കയറി. ചുഴലിക്കാറ്റിന്റെ കൈകളിൽപ്പെട്ട് അഗ്നികുണ്ഡം ചിതറിച്ചിതറിച്ച് സമീപത്തെ മരക്കൂട്ടങ്ങൾക്കിടയിലേക്ക് വ്യാപിക്കുന്നത് ഭീതിയോടെ ജെയിംസ് കുട്ടി കണ്ടു. ആ പ്രദേശം മുഴുവൻ കത്താൻ ആരംഭിച്ചു. ഉടൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഈ അഗ്നി തന്നെയും വിഴുങ്ങിക്കളയുമെന്ന് ജെയിംസ് കുട്ടിക്ക് തോന്നി. ഒരു തരത്തിൽ വേച്ച് നിലത്തുനിന്ന് എഴുന്നേറ്റ് അയാൾ വഴിയിലേക്ക് ഇറങ്ങി ഓടി. അയാൾക്ക് തൊട്ടു പിന്നാലെ പൊടിയും പടലും ചുറ്റിക്കറങ്ങുന്ന ആ ചുഴലിക്കാറ്റും നീങ്ങി. അങ്ങ് അകലെ മുള്ളുമരത്തിലിരുന്ന് അപ്പോഴും ആ കാലൻ പക്ഷി നിർത്താതെ മരണനാദം ഉയർത്തിക്കൊണ്ടിരുന്നു. ജെയിംസ് കുട്ടി പ്രാണഭയത്തോടെ അന്തം വിട്ട് ഓടുകയായിരുന്നു. ഇടയ്ക്കിടെ അവൻ പിന്തിരിഞ്ഞു നോക്കി. ഏതാണ്ട് 15 അടി പിന്നിലായി ചുഴലിക്കാറ്റുണ്ടായിരുന്നു. പൊടിമണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു കൂറ്റൻ വടവൃക്ഷം പോലെ ആകാശത്തിന്റെ അനന്തതയിലേക്ക് ഉയർന്നു പോകുന്നത് കാണാമായിരുന്നു. നിലത്തുനിന്ന് വലിച്ചെടുക്കുന്ന പൊടിയും പടലങ്ങളും നിമിഷത്തിനുള്ളിൽ ആകാശത്തെത്തി വട്ടം കറങ്ങാൻ ആരംഭിച്ചു. തളർച്ചയകറ്റാനായി ഒരു നിമിഷം നിൽക്കാൻ ജെയിംസ് കുട്ടി കുതിച്ചു. പക്ഷേ ചുഴലിയുടെ പിടിയിൽപ്പെടുമെന്ന് ഓർത്തപ്പോൾ അവൻ ആ ശ്രമം ഉപേക്ഷിച്ചു. കാലുകൾ വേച്ച് വെച്ചുകൊണ്ട് അവൻ മുന്നോട്ട് കുതിച്ചു. കുറച്ചുനാൾ മുമ്പ് ഗ്രാമഹൃദയത്തിലൂടെ ഇതുപോലെ തൻ പ്രാണരക്ഷാർത്ഥം ഓടേണ്ടി വന്ന രംഗം അവന്റെ മനസ്സിലെത്തി. ഇന്ന് ചുഴലിയായിരുന്നെങ്കിൽ അന്ന് ആളില്ലാത്ത ജീപ്പായിരുന്നു. എല്ലാം ആ മേനോന്റെ അശ്രീകരം പിടിച്ച മകന്റെ വേലയാണ്. മന്ത്രം പഠിക്കാൻ തുടങ്ങിയപ്പോഴേ അവനെ നശിപ്പിക്കേണ്ടതായിരുന്നു. ഇത്തവണ അവൻ രണ്ടും കൽപ്പിച്ചായിരിക്കും. അമ്മയുടെയും സഹോദരിയുടെയും മരണം അവൻ ക്ഷമിക്കുമെന്ന് തോന്നുന്നില്ല. മന്ത്രവാദി സ്വാമിയുടെ ബലത്തിലും ഉറപ്പിലുമാണ് എല്ലാം ചെയ്തത്. ആ മന്ത്രവാദിയെ തന്നെ ഇത്തവണ അവൻ കരിച്ചു കളഞ്ഞു. ഇനി നെട്ടോട്ടമോടുന്നത് താനായിരിക്കും. എങ്ങനെ രക്ഷപ്പെടും? മനസ്സറിയാതെയാണെങ്കിലും കാലുകൾ അവനെ നയിച്ചുകൊണ്ടിരുന്നത് സ്വന്തം വീട്ടിലേക്ക് തന്നെയായിരുന്നു. ശവം ചീഞ്ഞൊഴുകുന്ന ഗന്ധം നിറഞ്ഞു നിൽക്കുന്ന വീടിനകത്തു നിന്ന് എങ്ങനെയും രക്ഷപ്പെടാനുള്ള തന്ത്രപ്പാടിലായിരുന്നു പറയിച്ചൻ. കോണിയിറങ്ങി അയാൾ താഴത്തെ നിലയിലെത്തിയപ്പോഴും ആ ഗന്ധം അധികരിച്ചതല്ലാതെ കുറഞ്ഞില്ല. ഓരോ തവണ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും അഴുകിയ ആ ഗന്ധം തീഷ്ണതയോടെ അയാളുടെ ഉള്ളിലേക്ക് കയറി. മൊത്തു പിടിച്ച മസ്തിഷ്കം മരവിക്കുന്ന ആ ഗന്ധത്തിന്റെ അസ്വസ്ഥതയിൽ അയാൾ ശക്തിയായി തലകുടഞ്ഞു. ജെയിംസ് കുട്ടി, ജെയിംസ് കുട്ടി! വറീച്ചൻ ഉച്ചത്തിൽ അലറി. അല്പനേരം കഴിഞ്ഞ് മറുപടിയില്ലാതെ വന്നപ്പോൾ വറീച്ചൻ വീണ്ടും ശബ്ദമുയർത്തി. ജെയിംസ് കുട്ടി, എടാ ജെയിംസ് കുട്ടി! അകത്തെ മുറിയിൽ ലൈറ്റിട്ടു. വാതിൽ തുറന്ന് ജോസൂട്ടി പുറത്തേക്ക് വന്നു. ഉറക്കം നഷ്ടപ്പെടുത്തിയതിലുള്ള ഈർഷ്യയോടെ കണ്ണുകൾ തിരുമ്മി തുറന്നുകൊണ്ട് അവൻ ആരാഞ്ഞു. അപ്പൻ എന്തിനാ ഒച്ച വെക്കുന്നത്? ചേട്ടൻ കുറച്ചു മുമ്പ് പുറത്തേക്ക് പോകുന്നത് കണ്ടല്ലോ. എടാ, പറയിച്ചൻ അസഹ്യതയോടെ മുണ്ടിന്റെ തുമ്പുയർത്തെ മൂക്ക് പൊത്തിക്കൊണ്ട് പറഞ്ഞു. എടാ, എവിടുന്നാടാ ഈ നാറ്റം? ശ്വാസം വിടാൻ മേലല്ലോ കർത്താവേ. നാറ്റമോ? അപ്പൻ എന്നതാ ഉറക്കിപ്പിച്ച് പറയുന്നേ? 2-3 വട്ടം മണം പിടിച്ച് ഉറപ്പ് വരുത്തിയതിനു ശേഷം ജോസൂട്ടി തുടർന്നു. അപ്പം വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. ചെന്ന് കിടന്നുറങ്ങും. എടാ അല്ലടാ, നീ നന്നായിട്ടൊന്ന് മണം പിടിച്ചു നോക്ക്. എന്തോ അഴുകിയ മണം. അയ്യോ, ശ്വാസം മുട്ടുന്നു. പറയിച്ചൻ അത്രയും പറഞ്ഞതേയുള്ളൂ. പുറത്ത് അതിഭയങ്കരമായ ഒരാരവം കേട്ടു തുടങ്ങി. ഒരു നേർത്ത ചൂളവിളി പോലെ ആരംഭിച്ച് നിമിഷ നേരം കൊണ്ട് അത്യുച്ചത്തിലുള്ള ഒരാരവമായി മാറുകയായിരുന്നു അത്. മുൻവാതിലിലേക്ക് ഓടിച്ചെന്ന വറീച്ചൻ മൂക്കിലെ പിടിവിട്ട് വാതിൽ തുറന്നു. പുറത്ത് അസാധാരണമായ ഒരു പ്രകാശം പ്രസരിച്ചു നിൽക്കുന്നത് വറീച്ചൻ കണ്ടു. കടുത്ത ശാന്തതയിൽ. നേരം വെളുക്കാൻ ഇനിയും സമയമേറെയുണ്ടല്ലോ. പിന്നെ ഈ പ്രകാശം? വറീച്ചന് ഒരു പിടിയും കിട്ടിയില്ല. ശബ്ദത്തിന്റെ ഉറവിടം തേടി അയാൾ വരാന്തയിലേക്ക് ഇറങ്ങി. വീടിന് മുന്നിലൂടെയുള്ള നാട്ടുവഴിയിലൂടെ വലത്തേ അറ്റത്ത് എന്തോ ചലിക്കുന്നു. വഴിയിൽ കുത്തിനാട്ടി നിർത്തിയ ആകാശത്തോളം എത്തുന്ന ഒരു തൂണാണ് വറീച്ചൻ ആദ്യം കണ്ടത്. സാവധാനം അത് വഴിയിലൂടെ മുന്നോട്ട് നീങ്ങി വരുന്നത് കണ്ടപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു. അങ്ങ് ഉയരത്തിൽ ആകാശത്ത് വൃക്ഷശിഖരം പോലെ പടർന്നു കറങ്ങുന്ന പൊടിപടലങ്ങൾ കണ്ടപ്പോൾ എന്താണതെന്ന് മനസ്സിലായി വറീച്ചന്. ചുഴലിക്കാറ്റ്.
ഒരു വൻവൃക്ഷം പോലെ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ചുഴലി തറയിൽ തൊടുന്ന ഭാഗം വറീച്ചിന് കാണാൻ കഴിയുമായിരുന്നില്ല. വഴിയറമ്പിൽ വളർന്നു നിൽക്കുന്ന പുല്ലാനിപ്പൊന്തകളും ആ കാഴ്ചയെ മറച്ചിരിക്കുന്നു. ഉത്സവങ്ങൾക്ക് കൊടിയേറാൻ ആരൊക്കെയോ ചേർന്ന ഒരു കൂറ്റൻ കൊടിമരം വേരോടെ പിഴുതു കൊണ്ടുപോകുന്ന പ്രതീതിയാണ് അയാൾക്ക് തോന്നിയത്. വറീച്ചൻ വീട്ടുവരാന്തയിൽ അന്തിച്ചു നിൽക്കെ ചുഴലിക്കാറ്റിന്റെ ചുവടും കാണാനായി. അതിന് തൊട്ടു മുന്നിലായി ആരോ വേച്ച് വേച്ച് ഓടുന്നതുകൂടി കണ്ടപ്പോൾ വറീച്ചന് ആദി കൂടി. അന്തരീക്ഷത്തിലാകെ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശധാരയിൽ മരണഭയത്തോടെ ഓടുന്നത് ആരാണെന്ന് വറീച്ചൻ തിരിച്ചറിഞ്ഞു. ജെയിംസ് ഊട്ടി. വറീച്ചന്റെ ഉള്ളൊന്നു കാളി. ഭയപ്പോടെ അയാൾ അലമുറയിട്ടു. കർത്താവേ, അത് ജെയിംസ് ഊട്ടിയാണല്ലോ! മോനെ, എന്റെ മോനെ! വറീച്ചൻ വരാന്തയിൽ നിന്ന് ചാടിയിറങ്ങി റോഡിന് നേരെ അല്പദൂരം ഓടി. അതിനിടയിൽ നിലവിളിക്കുകയും ചെയ്തു. എടാ ജോസൂട്ടി, ഓടി വാടാ, നമ്മുടെ ജെയിംസ് ഊട്ടി! ജെയിംസ് ഊട്ടി അവസാനത്തെ തുള്ളി ശക്തിയും സംഭരിച്ചാണ് ചുവടുകൾ വെച്ചത്. വീട്ടിനകത്തേക്ക് കയറാൻ അയാൾ കാലുയർത്തി. ഉത്തരക്ഷണത്തിൽ മറ്റൊരു ചിന്ത അയാളുടെ ശിരസിലുദിച്ചു. തന്റെ പിന്നാലെ കൂടിയിരിക്കുന്ന ചുഴലിക്കൊടുങ്കാറ്റ് ഒഴിയാബാധ പോലെ ഇത്തരുണത്തിൽ താൻ വീട്ടിലേക്ക് കയറിയാൽ വീടിന് നാശമേ വരൂ. ജെയിംസ് ഊട്ടി ഒന്ന് മടിച്ചു നിന്നു. അതുകൊണ്ട് വറീച്ചൻ ബഹളം കൂട്ടി. മോനെ, വേഗം ഇങ്ങോട്ട് കയറാൻ നോക്ക്, വേഗം! എന്നിട്ടും ജെയിംസ് ഊട്ടിയുടെ കാലുകൾ നീങ്ങിയില്ല. ആരോ കുഴിച്ചു താഴ്ത്തിയതുപോലെ കാലുകൾ മരവിച്ചു പോയിരിക്കുന്നു. ഭയന്ന് വിറച്ച് അയാളൊന്ന് തിരിഞ്ഞു നോക്കി. ചുഴലി അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചുറ്റിയടിക്കുന്ന അതിശക്തമായ കാറ്റ് നൂലുകൾ പോലെ മുഖത്തെഴയുന്നതായി അയാൾക്ക് തോന്നി. നിമിഷ നേരത്തിനുള്ളിൽ ചുഴലി അയാളെ വിഴുങ്ങി. ചുറ്റിയടിക്കുന്ന പൊടിപടലങ്ങൾക്കിടയിൽ അയാൾ അപ്രത്യക്ഷനായി. ഹൃദയം നുറുങ്ങുന്നതുപോലെ വറീച്ചൻ അലമുറയിട്ടു. മുകളിലേക്ക് ഉയർന്നു പോകുന്നതിന് പകരം ആരോ എടുത്തെറിഞ്ഞതുപോലെ ജെയിംസ് ഊട്ടി ചുഴലിക്ക് പുറത്ത് വറീച്ചന്റെ കാൽക്കൽ വീണു. ശരീരം അനക്കാൻ കഴിയാത്ത വേദന കൊണ്ട് പൊളിയുകയായിരുന്നു ജെയിംസ് ഊട്ടി. കൈകുത്തി എണീക്കാൻ ശ്രമിച്ച് നിലത്തേക്ക് തന്നെ കുഴഞ്ഞു വീണു. ഉടനെ ചതുപ്പിന്റെ ഭാഗത്തു നിന്ന് പേടിപ്പെടുത്തുന്ന ഒരു മുഴക്കം കേട്ടു. ചതുപ്പിലേക്ക് നീണ്ടു കിടക്കുന്ന മുനമ്പിന്റെ ഭാഗത്തു നിന്ന്. അവിടെ ചതുപ്പിൽ അസാധാരണമായൊരു പ്രകാശനാളം ഉയർന്നു നിൽക്കുന്നത് അവർ കണ്ടു. അവിടെ ഒരു സ്ത്രീരൂപം ഉയർന്നു വന്നു. ഭൂമിക്കുള്ളിൽ നിന്നും പൊട്ടിമുളച്ചതുപോലെ ചതുപ്പിൽ നിന്നും ഉയർന്നു വരികയായിരുന്നു അത്. വറീച്ചൻ ഒരു കുടന്ന ഉമിനീർ വിഴുങ്ങി തൊണ്ട നനച്ചുകൊണ്ട് പിറുപിറുത്തു. കർത്താവേ, ഇതെന്തൊരു മാരണമാ! ആ രൂപം ഏതാനും ചുവടുകൾ കൂടി കരയിലേക്ക് നീങ്ങി. ജെയിംസ് ഊട്ടി ഉച്ചത്തിൽ കരഞ്ഞു. അയ്യോ, അത് ഉണ്ണിമായയാണല്ലോ! തൽക്ഷണം വറീച്ചനും ബോധോദയമുണ്ടായി. അതെ, ഉണ്ണിമായ. വലിയ വീട്ടിൽ വാസുദേവ മേനോന്റെ നൃത്തമണ്ഡപത്തെ നടനകലയുടെ മായിക ശക്തി കൊണ്ട് സ്വർഗീയമാക്കിയവൾ ഉണ്ണിമായ. വാസുദേവ മേനോനെ തകർക്കാൻ തനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ഇരയായിരുന്നു ഉണ്ണിമായ. ആ ചതിക്കുഴിയിൽ മേനോൻ വീണ് തകർന്നടിക്കുകയും ചെയ്തു. മാസങ്ങൾക്ക് മുമ്പ് ചതുപ്പിൽ താഴ്ത്തിക്കൊന്നവൾ ഇപ്പോഴെങ്ങനെ ഇവിടെ എത്തി? ചിലങ്കകളുടെ താളധാരയ്ക്കൊപ്പം മറ്റൊരു ശബ്ദം കൂടി ഉയർന്നു വരാൻ തുടങ്ങി. എന്തൊക്കെയോ തകർന്നു പൊടിയുന്ന മുഴക്കം. അനുനിമിഷം ആ മുഴക്കം കൂടിക്കൂടി വന്ന് പേടിപ്പെടുത്തുന്ന വീതിയിൽ ഉച്ചസ്ഥായിയിലെത്തി. ആ രൂപത്തിന് നേരെ തന്നെ നിർനിമേഷനായി അവർ നോക്കി. അത്ഭുതകരമായ ഒന്നാണ് അവിടെ പിന്നീട് നടന്നത്. ചതുപ്പിലേക്ക് നീണ്ടു നിന്ന മുനമ്പിലേക്ക് ഉണ്ണിമായ ചുവട് വെച്ചു. ഉത്തരക്ഷണത്തിൽ അത്രയും ഭാഗം പൊട്ടിയടർന്ന് ചതുപ്പിലേക്ക് താണു. അവൾ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടുകൾക്കും പിന്നിൽ ചതുപ്പ് രൂപം കൊള്ളാൻ തുടങ്ങി. ഉണ്ണിമായ വറീച്ചന്റെ പുരയിടത്തിലേക്ക് വന്നു. ആ കരഭൂമിയും ചതുപ്പ് വിഴുങ്ങി തുടങ്ങുകയാണ്. കർത്താവേ, എന്റെ മണ്ണ്, എന്റെ ഭൂമി ചതുപ്പെടുക്കുകയാണല്ലോ! അപ്പാ, സംഗതി കുഴപ്പമാ, വേഗം മാറിക്കോ! കാര്യം പന്തികേടിലാണെന്ന് വറീച്ചനും തോന്നി. അയാൾ ജെയിംസ് ഊട്ടിയെ പിടിച്ചുയർത്താൻ തുനിഞ്ഞു. എന്നാൽ ഒരു ഇഞ്ച് പോലും ജെയിംസ് ഊട്ടിയെ നീക്കാൻ കഴിഞ്ഞില്ല. അപ്പാ, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല! പരിഭ്രമത്തോടെ ജെയിംസ് ഊട്ടിയുടെ വിലാപം. ഉണ്ണിമായ അടുത്തു വന്നുകൊണ്ടിരുന്നു. അവളുടെ ഓരോ ചുവടെടുപ്പിലും ആ നിരയിലുള്ള ഭൂമി പൊടിഞ്ഞു തകർന്ന് ചതുപ്പിൽ ലയിച്ചു. കൂറ്റൻ തെങ്ങുകൾ പോലും കട പുഴുകി ചതുപ്പിലേക്ക് ആഴ്ന്നു പോയി. ഒന്നുകൂടി പരിശ്രമിച്ച ശേഷം ജെയിംസ് ഊട്ടി പറഞ്ഞു. അപ്പാ, അപ്പം മാറിക്കോ, അല്ലെങ്കിൽ എല്ലാം തകരും. ആ മാന്ത്രികൻ എന്നെ പൂട്ടിയിട്ടിരിക്കുക. അപ്പൻ രക്ഷപ്പെട്ടോ? ഉണ്ണിമായ അവരുടെ അടുത്ത് താറായി കഴിഞ്ഞിരുന്നു. ചന്ദനത്തിന്റെ നിറമുള്ള ആ മുഖത്തിന്റെ തുടിപ്പ് ഇപ്പോൾ അവർക്ക് വ്യക്തമായി കാണാം. ഒരു നിമിഷം അവൾ നിന്നു. ജെയിംസ് കുട്ടിയെ നോക്കി വശ്യമായി ചിരിച്ചു. മുന്നോട്ട് നീങ്ങാൻ തയ്യാറായി അക്ഷമയോടെ അവൾക്ക് പിന്നിൽ ചതുപ്പ് ആജ്ഞാനുവർത്തിയെ പോലെ പതുങ്ങിക്കിടക്കുന്നത് ജെയിംസ് കുട്ടി കണ്ടു. അപ്പനും ജ്യേഷ്ഠനും അഭിമുഖീകരിക്കുന്ന അപകടം കണ്ട് സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു ഇതുവരെ ജോസൂട്ടി. അവരെ സഹായിക്കാനായി അവൻ ഓടിയെടുത്തു. എന്നാൽ ഏതാനും ചുവടുകൾ വയ്ക്കുമ്പോഴേക്കും ആരോ തടഞ്ഞു നിർത്തിയതുപോലെ അവൻ നിന്നു. അദൃശ്യമായൊരു ഇരുമ്പ് കോട്ടയ്ക്ക് മുന്നിൽ എന്നവണ്ണം അവൻ വഴി തടയപ്പെട്ടു നിന്നു. മുമ്പോട്ട് നീങ്ങാൻ കഴിയുന്നില്ല.
ജെയിംസ് കുട്ടിയെ ദാഹപൂർണമായ മിഴികൾ കൊണ്ടൊഴിഞ്ഞ് ഉണ്ണിമായ വീണ്ടും മുന്നോട്ട് ചുവടുവെച്ചു. തൊട്ടു പിന്നാലെ ചതുപ്പും. അപ്പാ, അപ്പം മാറ്, ഇവൾ എന്നെയും കൊണ്ടേ പോകൂ. ജെയിംസ് കുട്ടിയുടെ നിലവിളി പിന്നെയും. ആ ശബ്ദത്തിന്റെ തീഷ്ണതയിൽ ഞെട്ടിയെണീറ്റ വറീച്ചൻ ഉന്മാദം പിടിപെട്ടവനെ പോലെ വീടിനു നേരെ ഓടി. മുറിക്കകത്ത് കടന്ന് ഭിത്തിയിൽ തൂക്കിയ ഇരട്ടക്കുഴൽ തോക്കുമായി അയാൾ കൊടുങ്കാറ്റ് പോലെ തിരിച്ചിറങ്ങി വന്നു. ജെയിംസ് കുട്ടിയെയും മറികടന്ന് ഉണ്ണിമായ വീടിന് നേർക്ക് വരികയായിരുന്നു. അവൾക്ക് പിന്നിൽ ചതുപ്പിലേക്ക് താണുകൊണ്ടിരിക്കുന്ന ജെയിംസ് കുട്ടിയുടെ തല മാത്രം മുകളിലുണ്ട്. വേദന കൊണ്ട് ഉറക്കക്കരഞ്ഞ് വറീച്ചൻ തോക്കുയർത്തി. ഉണ്ണിമായുടെ ഉരുണ്ടുയർന്ന മാറിടങ്ങൾക്ക് നടുവിലേക്ക് ലക്ഷ്യം വെച്ച് വറീച്ചൻ കാഞ്ചി വലിച്ചു. ഭീകരമായൊരു ശബ്ദത്തോടെ വെടിപൊട്ടി. എന്നാൽ വെടിയുണ്ട വായുൽ കൂടിയെന്ന വണ്ണം അവളെ കടന്നുപോയതല്ലാതെ അവളിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. പുഞ്ചിരിച്ചുകൊണ്ട് ഉണ്ണിമായ അടുത്തേക്ക് വന്നു. എല്ലാം വിഴുങ്ങുന്ന ചതുപ്പ് ഇതാ അവൾക്ക് തൊട്ടു പിന്നിലായി തന്റെ വീട്ടുമുറ്റത്ത്. ഭയചകിതനായ അയാൾ എല്ലാം മറന്ന് വീടിനുള്ളിലേക്ക് ഓടിക്കയറി. ലക്ഷ്യമില്ലാതെ അയാൾ മുറിക്കുള്ളിൽ പരക്കം പാഞ്ഞു. തൊട്ടു പിന്നാലെ ഉണ്ണിമായയും വീട്ടിലേക്ക് ചുവടുവെച്ചു. തൽക്ഷണം യജമാനന്റെ ആജ്ഞ കാത്തുനിന്ന വേട്ടനായ്ക്കളെ പോലെ ചതുപ്പ് ആ വീടിനെ 4 വശത്തു നിന്നും ആക്രമിച്ചു. വലിയൊരു ശബ്ദത്തോടെ ആ കെട്ടിടം ചെരിഞ്ഞ് ഇടിഞ്ഞ് പൊളിഞ്ഞ് ചതുപ്പിലേക്ക് താഴാൻ തുടങ്ങി. ചതുപ്പിന്റെ ഭീതിതമായ ആഴങ്ങൾക്കടിയിലേക്ക് മുങ്ങിത്താണുകൊണ്ടിരുന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ എവിടെ നിന്നോ വറീച്ചന്റെ അവസാനത്തെ ഭ്രാന്തമായ രോദനവും ഉച്ചസ്ഥായിയിൽ നിന്നും നേർത്തു വന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നോവലുമായി വീണ്ടും കാണാം. നന്ദി.